योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. സ്വരൂപം ബ്രഹ്മമാണ്. ജഗത്ത് മുഴുവൻ സർവം ഖലു ഇദം ബ്രഹ്മ ചിന്മാത്ര വിസ്താരിതം. ഇത് മുഴുവൻ ചിത്സ്വരൂപമാണ്. ജഗത്ത് മുഴുവൻ വിസ്തൃതമായിട്ട് കാണുന്ന ഈ പ്രപഞ്ചം ഈശാവാസ്യം, ഈശ്വരനാൽ നിറഞ്ഞിരിക്കുന്നു. വസ് ആച്ഛാദനെ എന്നുവെച്ചാൽ ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ മറയ്ക്കണം. ജഗത്തുകൊണ്ട് ഇപ്പൊ ഈശ്വരനെ മറച്ചിരിക്കുക. കയറില് പാമ്പ് പോലെ എന്ന് പറയും. കയറില് ഇരുട്ടത്ത് പാമ്പ് കണ്ടു, ലൈറ്റ് അടിച്ച് നോക്കിയപ്പോ പാമ്പില്ല, കയറേ ഉള്ളൂ. അതുപോലെ ജഗത്തെന്ന് തോന്നി. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത്. ദൃഷ്ടി ജ്ഞാനമയമായ ജഗത് ബ്രഹ്മമയം. ഈ അജ്ഞാനമുള്ളവരയ്ക്കും ഇവിടെ ജഗത് കണ്ടു. സ്വരൂപജ്ഞാനം വന്നപ്പോ ജഗത്ത് ബ്രഹ്മമയം, ചിന്മാത്ര വിസ്താരിതം. ഒരു ദൃഷ്ടാന്തം പറയും. ഈ രമണ മഹർഷി ഉപയോഗിച്ച ഒരു ദൃഷ്ടാന്തം ശങ്കരാചാര്യർ കണ്ണാടി എന്ന് പറഞ്ഞു. ജഗത്ത് വിശ്വം ദർപ്പണദൃശ്യമാന നഗരി. മഹർഷി ഒരു ആധുനിക ദൃഷ്ടാന്തം ഉപയോഗിച്ചു, സിനിമാ പ്രൊജക്ടർ. നമ്മളിവിടെ ഇപ്പോഴൊന്നും കാണില്ല, ഒരു 10-20 വർഷം മുമ്പ് വരയ്ക്കും പാടത്ത് ഇങ്ങനെ വെക്കും. ഒരു സ്ക്രീനിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, ഒരു റീല്, അതിനുള്ളിൽ കൂടെ ലൈറ്റ് അടിക്കും, ലെൻസ് കൂടെ പ്രൊജക്ട് ചെയ്ത് സ്ക്രീനിൽ കാണും. അതേപോലെ ഉള്ളിൽ അച്ഛജ്യോതി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. വാസനകളുടെ റീൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ദ്രിയങ്ങളിലൂടെ പ്രൊജക്റ്റായി കാണുന്നതാണ് പ്രപഞ്ചം. ഈ വാസന അങ്ങോട്ട് പോയാൽ ആ റീലെടുത്താൽ സ്ക്രീനിൽ ചിലപ്പോൾ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. റീലില്ലെങ്കിൽ, ഉള്ളില് അജ്ഞാനം ഇല്ലെങ്കിൽ, അജ്ഞാനം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പ്രപഞ്ചമായിട്ട് ഇത് കാണപ്പെടുന്നു. അത് ബ്രഹ്മസ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. തത്വദർശിക്ക് ഇത് ഭഗവത് സ്വരൂപമാണ്. അനേക പ്രമാണങ്ങൾ അല്ലെ. ഇപ്പൊ ഗീതയെടുത്താൽ ഭഗവാൻ പറഞ്ഞു, മയാ തതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന. ഉപനിഷത്ത് പറഞ്ഞു ഈശാവാസ്യമിതം സർവം. അതേ ഉപനിഷത്ത് മന്ത്രമെടുത്ത് ഭാഗവതം പറഞ്ഞു ആത്മാവാസ്യമിതം വിശ്വം. ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമാണ്. ഛാന്തോഗ്യോപനിഷത്ത് പറഞ്ഞു സർവം ഖലു ഇദം ബ്രഹ്മ. ഇങ്ങനെ പല പ്രമാണങ്ങളെടുത്ത് നോക്കുമ്പോഴും ഇത് പരമേശ്വര സ്വരൂപമാണ്, ഭഗവത് സ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപമാണ്, ചൈതന്യമാണ്. അത് അല്ലാന്ന് തോന്നണുണ്ടല്ലോ, അതാണ് സംസാരം. ഇതിന് മറ്റൊരു ഒരു ദൃഷ്ടാന്തം പറയും. മരം കൊണ്ട് ഒരു ആന ഉണ്ടാക്കി, കുട്ടിക്ക് കളിക്കാൻ കൊടുത്തു അച്ഛൻ. കുട്ടി ആന ആന എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ കയറിയിരുന്ന് കളിക്കുകയാണ്. കുട്ടിക്ക് അത് മരമാണെന്നുള്ള വിചാരമേ ഇല്ല. ആശാരി വന്ന് അത് ഉളി കൊണ്ടിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട്, ഇത് നല്ല തേക്കാണല്ലോ, പ്ലാവിന്റെ തടിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ആനയാണെന്നുള്ള വിചാരമേ ഇല്ല അല്ലേ. ഒരേ സാധനം തന്നെ, രൂപമുള്ളപ്പോ തന്നെ അത് മരമാണോ ആനയാണോ. മരത്തിൽ മറയുന്നത് മാമതൈ ആനൈ. ഇത് തിരുമന്ദിരത്തിൽ തമിഴിലുള്ളൊരു പാട്ടാണത്. മരത്തിൽ മറയുന്നത് മാമതൈ ആനൈ. മരം എന്ന് നോക്കിയപ്പോ ആന മറഞ്ഞുപോയി. ആദ്യത്തെ ലൈൻ എന്താണെന്ന് വെച്ചാൽ മരത്തൈ മറയ്ത്തത് മാമതൈ ആനൈ. മരം എന്നുള്ള വിചാരമേ ഇല്ല, ആനയാണ്. ആന എന്ത് ചെയ്തു, ആ മരത്തിനെ അങ്ങോട്ട് മറച്ചു കളഞ്ഞു. മരമാണെന്ന് നോക്കിയപ്പോ മരത്തിൽ മറയുന്നത് മാമതൈ ആനൈ. അതേപോലെ പരത്തൈ മറയ്ത്തത് പാർമുതർ ഭൂതം. പരത്തിനെ, ബ്രഹ്മത്തിനെ പാരെന്ന് വെച്ചാൽ ഭൂമി മുതലായിട്ടുള്ള ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങള് സത്യത്തിനെ മറച്ചു കളഞ്ഞു.
അത് ആരാഞ്ഞു നോക്കിയപ്പോ പരത്തിൽ മറയുന്നത് പാർമുതർ ഭൂതമേ. ആ പരത്തില് ബ്രഹ്മത്തില് പഞ്ചഭൂതങ്ങൾ മറഞ്ഞുപോയി. അത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ സയൻസ് ചോദിച്ചാൽ ഇവിടെ ഒരു മൈക്ക് ഇല്ല എന്ന് പറയും. ഒരു ഫിസിക്സിൽ ചോദിച്ചാൽ അല്ലേ, എന്താ പറയാ, അതിനകത്ത് കുറെ ഇലക്ട്രോൺസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. ഇത്രയും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചൈതന്യമേ ഉള്ളൂ, ബോധമേ ഉള്ളൂ. അതിലൊരു നാമരൂപമാണ് ഇതൊക്കെ. ഇതൊക്കെ ഫിലോസഫി, ഇതൊരു തത്വവിചാരം. അനുഭവത്തിൽ വരണമെങ്കിലോ ചിത്തം ശുദ്ധാവണം. ചിത്തം ശുദ്ധമായി ആത്മസാക്ഷാത്കാരം ഉണ്ടായി അവനവന്റെ സ്വരൂപം എന്താന്ന് അറിഞ്ഞു കഴിയുമ്പോൾ. ഒരു ഭക്തൻ രമണ മഹർഷിയോട് ചോദിച്ചു, ഗീതയിൽ ഭഗവാൻ പറയണു വാസുദേവ സർവമിതി എന്ന്, അതല്ലേ ഉത്തമ ദർശനം എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, അതെ, പക്ഷേ സർവം വാസുദേവൻ എന്ന് കാണണമെങ്കിൽ കാണുന്ന ഒരാൾ വേണമല്ലോ അല്ലേ? ഈ ദ്രഷ്ടാവാരാ? ദ്രഷ്ടാവിന്റെ സ്വരൂപം എന്താ? ഈ കാണുന്നവൻ വാസുദേവനല്ലേ? കാണുന്നവൻ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ സ്വരൂപം ശുദ്ധ ചൈതന്യമാണെന്നുള്ള അനുഭവം വന്നു കഴിയുമ്പോ ആ കാണൽ എന്നുള്ളൊരു പദം നമുക്ക് വേറൊരു പദം ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുക. കാണുക. ഇപ്പൊ ചോദ്യം ചോദിച്ചാൽ തന്നെ തെറ്റിപ്പോകും. ബ്രഹ്മമായിട്ട് ഭഗവാനായിട്ട് കാണുക. അപ്പൊ കണ്ണെന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ 1 ഇന്ദ്രിയം മാത്രമാണ്, ബാക്കി 4. അപ്പോ ഇന്ദ്രിയ വ്യാപാരമല്ല ഈ ബ്രഹ്മദർശനം എന്ന് പറയണത്. ത്രിപുടിയില്ലാത്തതായ അനുഭവമാണത്. നമുക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ട് കാണുക എന്ന് പറയണു. അപ്പോ ജഗത്ത് തന്നെ ആത്മാവിൽ നിന്ന് അന്യമായ ഒരു പ്രതിഭാസമല്ലാതെ ജ്ഞാനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയാൻ ശാസ്ത്രം ഇങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. വികല്പമില്ല എന്നാണ്. എന്നുവെച്ചാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഉപദ്രവമില്ല. ഇത് കാണുന്നവരിക്കും എന്തെങ്കിലും ഉണ്ടാവും, രാഗം, ദ്വേഷം, അസൂയ. രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ടുണ്ട്. അരുണാചലേശ്വരനോട് പ്രാർത്ഥനയാണ്, ഒരു സാധകനെ പോലെ. എന്താന്ന് വെച്ചാൽ 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ വിഷയങ്ങൾ ഉള്ളിലേക്ക് വരണു. വീട്ടിലെ കള്ളന്മാരെപ്പോഴാ കിടക്കുക? യജമാനനില്ലെങ്കിൽ, ആൾ താമസമില്ലെങ്കിൽ കള്ളന്മാര് കിടക്കും. ഇതുപോലെ ഉള്ളിലിപ്പോ അങ്ങ് ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ കിടക്കണമല്ലോ ഉള്ളില്. ഐമ്പുല കൾവർ അഹത്തിന് പുകുമ്പോത് അഹത്തിനി ഇല്ലയോ അരുണാചല. അടുത്ത പാട്ട് ആ ജ്ഞാനം കൊണ്ട് അതിനെ ശരിയാക്കാണ്. അടുത്ത പാട്ട് ഒരുവനാമുന്നൈ ഒളിത്ത് എവർ വരുവാർ. ഈ 5 പേരുണ്ട്, വിഷയങ്ങളുണ്ട്, ആത്മാവല്ലാതെ വല്ലതും ഉണ്ടോ എന്നാണ്. പല വസ്തുക്കൾ ഇവിടെ ഉണ്ടോ? ഉള്ളതൊരു വസ്തുവേ ഉള്ളൂ, ആത്മാവൊന്നേ ഉള്ളൂ, ചൈതന്യം ഒന്നേ ഉള്ളൂ. അത് ജഗദ്രൂപേണ വ്യാപിച്ചു കാണപ്പെടുകയാണ്. ജഗത്തെന്ന് പറയണത് ഈശ്വരന്റെ സ്വരൂപമാണ്, ആത്മസ്വരൂപമാണ് എന്ന തത്വനിശ്ചയം. ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം. എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ലല്ലോ, ഇതാണ് ഇതാണെന്ന് പല വസ്തുക്കളായിട്ട് തോന്നുന്നുണ്ടല്ലോ. അവിദ്യയാ കൽപ്പിതം. ആ വിദ്യ നീക്കം ചെയ്യാനാണ് സദ്ഗുരുവിന്റെ അടുത്തിരുന്ന് ശ്രവണം ചെയ്യണം. ഭാഗവതം മുഴുവൻ അതിലാണ്. തുടങ്ങുമ്പോ തന്നെ നാരദ മഹർഷി വ്യാസനോട് പറഞ്ഞു, വ്യാസരെ അങ്ങക്ക് നല്ലവണ്ണം അറിയാം, എന്നിട്ടും വേണ്ട വിധത്തിൽ അത് മഹാഭാരതത്തിൽ പ്രതിപാദിച്ചില്ല. ഇത് പറയാൻ വേണ്ടി ഭാഗവതം എഴുതുന്നതാണ്. ഇതം ഹി വിശ്വം ഭഗവാനിവേതരോ യതോ ജഗത്സ്ഥാന നിരോധ സംഭവാഹ തദ്ധി സ്വയം വേദ ഭവാൻ തഥാപി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ആ പരമാർത്ഥം അങ്ങനെ പ്രകാശിപ്പിക്കാതെ പ്രാദേശമാത്രം, അതിന്റെ ഒരു അംശം മാത്രമേ പ്രകാശിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് മുഴുവനും അങ്ങോട്ട് പറയാ, ഈ വിശ്വം ഭഗവത് സ്വരൂപമാണെന്നുള്ള തത്വനിശ്ചയം ഉണ്ടായിക്കഴിയുമ്പോഴാണ് ഒരാളുടെ അധ്യാത്മ ജീവിതം പൂർണ്ണമായി. കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാഴ്ച എന്നുള്ള ത്രിപുടി. ആ ത്രിപുടിക്ക് മൂലമോ കാണുന്നവനാണ്. ഇതൊക്കെ തന്നെ ഒബ്ജക്റ്റീവായിട്ടൊരു പ്രോസസ്സായിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇന്ദ്രിയവേദ്യമായ വസ്തുക്കളാണ് എനിക്ക്. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നു നിങ്ങൾ, എത്രയേ ഉള്ളൂ. ഞാൻ കണ്ണടച്ചാൽ നിങ്ങളുണ്ടോ അറിയില്ല. എനിക്ക് കണ്ണ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുണ്ടോന്ന് അറിയില്ല. നേരെ മറിച്ച് എനിക്ക് എന്റെ അസ്തിത്വം ഇന്ദ്രിയവേദ്യമല്ല. അപ്പൊ കാണുക എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ,
ഞാൻ എന്നെ കാണുകയാണോ? ഇപ്പൊ സപ്പോസ് ഞാൻ ഉണ്ടെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു എന്ന് വെച്ചോളൂ. വാസ്തവത്തില് നമ്മളുടെ ഇരുപ്പ് നമ്മൾ കാണുകയാണോ? ആ സെൻസ് എന്താണ്? അതേ സെൻസാണ് വിശ്വത്തിനെ ബ്രഹ്മസ്വരൂപമായി കാണുന്നു എന്ന് പറയുമ്പോൾ അസ്ഥിതാമാത്രമായ വസ്തു. പോട്ടെ, ഒരുപാട് ഫിലോസഫി പറയണ്ട. കാര്യം ഇതാണ്, വിഷയം ഇതാണ്. അവനവനെ അറിയുമ്പോൾ ബാക്കിയൊക്കെ അറിഞ്ഞോളും. തന്റെ നിലനിൽപ്പ്, വളരെ സിമ്പിളായിട്ടുള്ള തന്റെ നിലനിൽപ്പ്, അസ്തിത്വം, തന്റെ ഉണർവ്, തന്റെ ബോധം, അത് ഭഗവാന്റെ പ്രകാശമാണ്, വിഭൂതിയാണ്. വിഭൂതി യോഗം ഗീതയിൽ പറയുമ്പോൾ ആദ്യത്തെ വിഭൂതി ഭഗവാൻ പറഞ്ഞത് അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹമാദിശ്യ മധ്യം ച ഭൂതാനാം അന്തയേവച. ഇപ്പോ അവിദ്യ കൊണ്ടാണ് ജഗത്ത് പരമേശ്വര സ്വരൂപമായിട്ട് തോന്നാത്തത് എന്ന് പറഞ്ഞു. ആ അവിദ്യ എങ്ങനെ നിവർത്തിപ്പിക്കും? ആ അവിദ്യ നിവർത്തിപ്പിക്കലാണ് സത്സംഗം. അവിദ്യയെ എങ്ങനെ നീക്കം ചെയ്യും? അതിന് ശ്രോതവ്യഃ, മന്തവ്യഃ, നിധിധ്യാസിതവ്യഃ. ശ്രുതി പറഞ്ഞു, അരേ അയം ആത്മാ ദ്രഷ്ടവ്യഃ. ഈ ആത്മാവിനെ അവിടെയും ദ്രഷ്ടവ്യഃ എന്ന് പറഞ്ഞു, കാണണം എന്നുവെച്ചാൽ അനുഭവിക്കണം, സാക്ഷാത്കരിക്കണം. എങ്ങനെ സാക്ഷാത്കരിക്കും? തത്വദർശിയായ ഒരു ആചാര്യന്റെ അടുത്ത് ചെന്ന് ശ്രോതവ്യഃ. അപ്പൊ ആചാര്യന്റെ ലക്ഷണമാണ് അത്രയും ഇപ്പൊ പറഞ്ഞത്. ഈ മനീഷാപഞ്ചകം മുഴുവൻ പറയണത് ആചാര്യ ലക്ഷണമാണ്. ആചാര്യൻ തത്വദർശിയായിരിക്കണം. ആ തത്വദർശിയായ ആചാര്യൻ അദ്വൈത ആത്മതത്വം സാക്ഷാത്കരിച്ച ആചാര്യനിൽ നിന്നും ശ്രുതിപ്രമാണൈകമതി. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു എന്തൊക്കെയാ ലക്ഷണങ്ങള്. ശ്രോത്ര്യഃ, അവ്രജിനഃ, അകാമഹതഃ, ബ്രഹ്മവിത്തമഃ, ബ്രഹ്മണ്യുപരതഃ, ശാന്തഃ, നിരിന്ധനൈവാനലഃ, അഹൈതുക ദയാസിന്ധുഃ, ബന്ധുഃ, ആനമതാം സതാം. ഇത്രയും പറഞ്ഞു. ശ്രോത്രിയനാണ് എന്നുവെച്ചാൽ ശ്രുതി എന്തു പറയുന്നു ആ ശ്രുതി, ശ്രുതി എന്ന് വെച്ചാൽ ഉപനിഷത്ത്, ഉപനിഷത്ത് എന്തു പറയുന്നു ആ തത്വത്തില് സന്ദേഹലേശമില്ലാതെ അദ്വൈതാത്മനിഷ്ഠയില് അതില് ദോഷം വന്നു പോകരുത്. സ്വകപോലകൽപ്പിതമായ വ്യാഖ്യാനങ്ങളൊന്നും വന്നു പോകരുത്. ശ്രുതിക്ക് ഒരർത്ഥമേ ഉള്ളൂ, പരമ്പരയായിട്ട് അത് ഋഷികൾ സംരക്ഷിച്ചു കൊണ്ടുവന്നു, അദ്വൈത തത്വനിശ്ചയമാണ്. അങ്ങനെ അല്ലാതെ വല്ലതുമൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സയൻസാണ്, അതാണെന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. അത് വെറും ഒബ്ജക്റ്റീവ് നോളജാണ്. അത് നിവൃത്തിക്ക് ഉപയോഗപ്പെടില്ല. ഗീതാഭാഷ എഴുതുമ്പോൾ ആചാര്യസ്വാമി പറഞ്ഞു, എന്തിനാ ഇപ്പൊ ഗീത പറഞ്ഞിരിക്കണ ഭഗവാൻ? പലർക്കും ഒരു ധാരണ ലോകത്തിൽ എന്തോ സാധിക്കാനാണെന്നാണ്. ലോകത്തിൽ സാധിക്കാൻ ഇപ്പൊ ഗീതയൊന്നും ആവശ്യമില്ല. നമുക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ, ഇത്തിരി അത്യാവശ്യം നല്ല അഹങ്കാരം ഉണ്ടെങ്കിൽ മതി, ലോകത്തിൽ പല കാര്യവും സാധിക്കാൻ പറ്റും. ഗീതയിൽ എന്തിനാ? സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം. ഈ സംസാരത്തിനെ, മലയാളത്തിലുള്ള സംസാരമല്ല, തമിഴിലുള്ള സംസാരമല്ല, അജ്ഞാനത്തിന്റെ അത്യന്ത ഉപരമലക്ഷണം, നിശേഷമായിട്ട് ശമിപ്പിക്കല്, ശോകത്തിന് ദുഃഖത്തിന് മൂലകാരണമായിട്ടുള്ള ദോഷത്തിനെ ഇല്ലാതാക്കലാണ് അതിന്റെ പർപ്പസ് എന്ന് ഭഗവത്പാദർ പറഞ്ഞു. പലർക്കും തോന്നുന്നു ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വ്യാഖ്യാനിക്കണം. യോഗ കർമ്മസു കൗശലം ഒരു ശ്ലോകം ഗീതയില്. നിങ്ങൾ മോഡേൺ കമന്ററീസ് പലതും നോക്കിയാൽ യോഗ ഈസ് സ്കിൽഫുൾനെസ് ഇൻ ആക്ഷൻ, ഡെക്സ്റ്റിറിറ്റി ഇൻ ആക്ഷൻ എന്നൊക്കെ കാണും. കേൾക്കുമ്പോൾ വളരെ ബോധിക്കും. എന്താ വ്യാഖ്യാനം എന്ന് വെച്ചാൽ, യോഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു കർമ്മം നല്ല മിടുക്കോടുകൂടെ ചെയ്യാം. ശങ്കരാചാര്യരുടെ ഭാഷയെ നോക്കിയപ്പോൾ നിങ്ങള് എന്താ അങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. നേരെ തിരിച്ചിട്ട് വേറെ വിധമായ അർത്ഥം പറഞ്ഞിരിക്കണം. കർമ്മസു കൗശലം യോഗ എന്ന് ഭാഷകാരൻ പറഞ്ഞു. അതായത് കർമ്മത്തിനെ ചെയ്യുന്നതിലല്ല ഇരിക്കുന്നത് കൗശലം, എന്ത് കർമ്മമാണെങ്കിലും യോഗസ്ഥിതി നഷ്ടപ്പെടാതിരിക്കുന്നതാണ് കൗശലം എന്ന് പറഞ്ഞു.
ഈ കർമ്മത്തിനൊരു സ്വഭാവമുണ്ട്, നിങ്ങളെ കലക്കിക്കളയും. കൗശലം എന്നുള്ള വാക്ക് തന്നെ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കേണ്ട അർത്ഥം മാറിപ്പോയി. കൗശലം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ മലയാളത്തിൽ? സൂത്രം അല്ലെ? സൂത്രം എന്ന് പറഞ്ഞാലും മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. കൗശലം എന്ന് പറഞ്ഞാൽ കൗശലക്കാരനായ കുറുക്കൻ, കുറഞ്ഞ കഥകളൊക്കെ ഉണ്ട് അല്ലേ? ഈ കൗശലം എന്നുള്ള വാക്ക് എവിടുന്നാ വന്ന് അതിന്റെ വ്യുത്പത്തി നോക്കിയാല് പാഠശാലയിൽ വേദാധ്യയനം ചെയ്യുന്ന കുട്ടികളെ കുശം പറിച്ചുകൊണ്ട് വരാനായിട്ട് അയക്കും, ദർഭ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ദർഭ വലിക്കുമ്പോൾ കൈ നല്ലവണ്ണം കീറിപ്പോകും. അപ്പൊ നല്ല ബ്രഹ്മചാരിക്ക്, സാമർഥ്യമുള്ള ബ്രഹ്മചാരിക്ക് എന്താ ലക്ഷണം എന്ന് വെച്ചാൽ കൈ കീറാതെ ദർഭ മുറിക്കാൻ അറിയും. കുശാൻ ലാതീതി കുശലഹ. നല്ല കുശം കൈമുറിയാതെ എടുക്കാൻ കഴിയുന്ന ബ്രഹ്മചാരിയെ കുശലെന്ന് വിളിക്കും. ഇതുപോലെ കർമ്മം ചെയ്യണം എന്നാണ്. കർമ്മം ചെയ്യുമ്പോൾ കീറും. കർമ്മം ചെയ്യുമ്പോൾ രാഗദ്വേഷം ഉണ്ടാവും, വാസന ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും, ഭോക്തൃത്വം ഉണ്ടാവും. ഇതൊന്നും ദോഷം വരാതെ കർമ്മത്തിന്റെ പെർഫെക്ഷൻ നമ്മളുടെ കയ്യിലില്ല. യോഗം കർമ്മത്തിന്റെ പെർഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പെട്ടുപോകും നമ്മൾ. എന്താന്ന് വെച്ചാൽ കർമ്മം അത് ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ പകുതിയിൽ നിൽക്കും, ചിലപ്പോൾ കംപ്ലീറ്റ് ആവും, ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കർമ്മം നമ്മളുടെ കയ്യിലേ അല്ല, പ്രകൃതി കൊണ്ടുവന്ന് തരുന്ന ഒരു സാധനമാണ്. അത് പ്രകൃതിയുടെയാണ്. അതില് കർത്തൃത്വ ഭോക്തൃത്വം വരാതെ നിൽക്കുന്ന സ്ഥിതിയാണ് സാമർഥ്യം. ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം, ഫ്രീഡം എവിടെയാണെന്ന് വെച്ചാൽ ജ്ഞാനത്തിലാണ്. ജ്ഞാനത്തിലാണ് തന്റെ യോഗസ്ഥിതി. ഒരു കാരണവശാലും ഇപ്പോ യുദ്ധം ചെയ്യണു അർജുനൻ അല്ലേ? യുദ്ധം നല്ല കർമ്മമാണോ? ആ കർമ്മം കൊണ്ട് പാണ്ഡവർക്ക് സമാധാനം ഉണ്ടായോ? അഥവാ യുദ്ധം പെർഫെക്റ്റ് ആയിട്ട് അർജുനൻ ചെയ്തതുകൊണ്ട് ഇപ്പൊ ആർക്കാ എന്താ നേട്ടം? കുറെ ആളുകളെ പെർഫെക്റ്റ് ആയിട്ട് കൊല്ലാം അല്ലേ? പക്ഷേ ഒരു വഴിയില്ല. ഭഗവാൻ പറയണത് തനിക്ക് ചോയ്സ് ഒന്നുമില്ല അതിലെന്നാണ്. ചെയ്യാനോ ചെയ്യാതിരിക്കാനോ അതൊന്ന് പുറത്തേക്ക് ചാടാനോ ഒന്നും തനിക്ക് പറ്റില്ല. കാരണം താൻ അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഒരു വേസ്റ്റ് എക്സാമ്പിൾ ആണ് യുദ്ധം കാണിച്ചതെന്നല്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതയല്ല. അജ്ഞാനം നിവർത്തിപ്പിക്കാനാണ് ഗീത. അജ്ഞാനം നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അവനവന് എന്താണോ കർമ്മം അതവനവൻ ചെയ്തോളും. നായാണെങ്കിൽ കുറച്ചോളും, മയിലാണെങ്കിൽ പീലി വിരിച്ചോളും, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളും, കുയിലാണെങ്കിൽ കൂവിക്കോളും എന്നുള്ള പോലെ അവനവന്റെ നിയതി എന്താണ്, പ്രകൃതി എന്താന്ന് വെച്ചാൽ അത് ഒരാളെയും മാറ്റാൻ പറ്റില്ല. പ്രകൃതിയിൽ അന്യഥാഭാവോ ന കഥഞ്ചിത് ഭവിഷ്യത്തി എന്ന്. അജ്ഞാന നിവൃത്തിയിൽ മാത്രമാണ് സ്വാതന്ത്ര്യം. അജ്ഞാനം അങ്ങോട്ട് എടുത്തു കളഞ്ഞാ ആ ശരീരത്തിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതിപ്പോ അർജുനന്റെ ധർമ്മമാണ് യുദ്ധം, സവ്യസാചിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആയിക്കോട്ടെ. അജ്ഞാനം അങ്ങോട്ട് എടുത്തേക്കാണ്. ജ്ഞാനമാണ് ചെയ്യണതെന്ന് വിചാരിക്കേണ്ട. അതങ്ങോട്ട് ആ ജ്ഞാന വിചാരം കൊണ്ട് അത് നീക്കം ചെയ്യാം. അതിലാണ് യത്നം. പാട്ടെ. അപ്പോ ശങ്കരാചാര്യർ പറയണത് ഈ തത്വനിശ്ചയം, ഈ ജഗത്ത് അവിടെ ഉള്ളതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഭഗവാൻ ഉള്ളത് 40 പറഞ്ഞു. അത് സത്യമായിരിക്കട്ടെ, കള്ളമായിരിക്കട്ടെ, അത് ഒന്നായിരിക്കട്ടെ, രണ്ടായിട്ടിരിക്കട്ടെ, അതൊന്നും ഇപ്പൊ നിനക്ക് കുഴപ്പമില്ല. നീ ആരാണെന്ന് നോക്കൂ, നിന്റെ സ്വരൂപം എന്താണെന്ന് നിശ്ചയിക്കും. നിന്റെ സ്വരൂപം നിനക്കറിഞ്ഞാൽ, നീ നിന്റെ അസ്തിത്വത്തിനെ നീ അറിഞ്ഞാൽ നീ സ്വതന്ത്രനാവും. അതാണ് അതിന്റെ സീക്രട്ട്. പക്ഷെ ഇത് പലപ്പോഴും നമ്മുടെ മേലെ വന്ന് അലയടിക്കും ഈ ജഗത്ത്. അതുകൊണ്ടാണ് ആ ജഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് നിശ്ചയിക്കണം. അത് വാസ്തവാണെന്ന് നിങ്ങൾ കരുതുന്ന വരെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനേ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അതിൽ ചെന്ന് ചെയ്യും. അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇത് മിഥ്യയാണ് എന്ന് പറയണത്. എന്നുവെച്ചാൽ മിഥ്യാന്ന് വെച്ചാൽ നിങ്ങൾ കരുതുന്ന രീതിയിൽ അത് മിഥ്യയാണ്. പരമാർത്ഥമായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ അത് ആത്മസ്വരൂപമാണ്. പക്ഷെ നിങ്ങളിപ്പോ അത് വാസ്തവമാണെന്ന് കരുതിയിട്ടാണ് ഓരോ ആളുകളും ലോകത്തിന്റെ പട്ടികയും കഴിക്കോലും ഒക്കെ മാറ്റാൻ നിൽക്കണത്. ഇതൊക്കെ അങ്ങോട്ട് ശരിയാക്കിയിട്ടേ ഉള്ളൂ, ഒക്കെ റിപ്പയർ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് പുറപ്പെട്ട് എത്ര ആളുകൾ വന്നു കഴിഞ്ഞൂല്ലേ. അത് അതേ ഇവിടെ ഇരിക്കണു. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, മൈ വർക്ക് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ പറയേണ്ടത് ഈ ലോകം നായുടെ വാലു പോലെയാണെന്ന്. നിങ്ങൾ നിവർത്തിക്കോളൂ, പിന്നെയും വളയും, നിവർത്തിക്കോളൂ, വളയും. നമ്മൾ വിട്ടാ പുറകെ വരുന്ന ആളുകൾ ഇതന്നെ ചെയ്യും.
പക്ഷെ ഒരു കാര്യം മനസ്സിലാവും, അവസാനം ഇത് നിവരില്ല എന്ന് മനസ്സിലാവും. ആ പ്രോസസ്സിൽ നമ്മൾക്ക് കുറച്ചൊരു നിസ്വാർത്ഥത അതൊക്കെ ഉണ്ടായാൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോ ഈ ജഗത്ത് അതിന്റെ സ്വഭാവം മിഥ്യാത്വമാണ്. എന്നുവെച്ചാൽ അത് മാറിക്കൊണ്ടേയിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ. ആദ്യം നിശ്ചയിക്കാണ്, വിശ്വം നശ്വരമാണ്. വിശ്വം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, നമ്മളുടെ പേഴ്സണൽ ലൈഫ് എന്തൊക്കെ എടുത്തോളൂ, ഇത് നശ്വരമേവ, കോൺസ്റ്റന്റ് ചേഞ്ചാണ്, കോൺസ്റ്റന്റ് ഫ്ലക്സ് ആണ്. പരീക്ഷിത് ഭാഗവത്തിൽ പറയണതാണ്, പാമ്പ് കടിച്ച് 7ാമത്തെ ദിവസം തക്ഷകദംശം കൊണ്ട് മൃത്യു എന്ന് പറയുമ്പോൾ പരീക്ഷിത്ത് പറയണത്, മുൻപേ ഞാൻ നിശ്ചയിച്ച കാര്യമാണ്, ഇതൊക്കെ നശ്വരമാണെന്നുള്ളത്. പല സത്സംഗത്തിലും കേട്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭഗവാൻ എനിക്കൊരു സന്ദർഭം തന്നിരിക്കണു, അത് വാസ്തവമാണെന്ന് ഉറപ്പിക്കാനായിട്ടാണ്. വിമർശിതോ ഹേയതയാ പുരസ്താത്. പണ്ട് തന്നെ വിമർശനം ചെയ്തു വെച്ചതാണ്, ഇതൊക്കെ തള്ളിക്കളയേണ്ടതാണെന്ന്. ഇപ്പൊ ഭഗവാനായിട്ട് കാണിച്ചു തരുന്നു, ഈ ശാപമല്ല അനുഗ്രഹം എന്നാണ്. തക്ഷകദംശമെന്ന അനുഗ്രഹം. ഇനിയിപ്പോ ധൈര്യമായിട്ട് ആത്മനിഷ്ഠയ്ക്കായിട്ട് ഇരിക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഗംഗാതീരത്ത് ചെന്നിരിക്കുന്നത്. അതിപ്പോ പരീക്ഷത്തിന് മുൻകൂട്ടി അറിഞ്ഞു, നമുക്കിപ്പോ അറിയൊന്നുമില്ലല്ലോ അല്ലെ. പരീക്ഷത്തിന് ഇൻഫർമേഷൻ കിട്ടിയത് എന്താന്ന് വെച്ചാൽ 7 ദിവസം മരണം വരില്ല. നമുക്ക് ഉറപ്പൊന്നുമില്ല. പുറത്തേക്ക് പോയ ശ്വാസം എന്ത് സത്യത്തിന്റെ പേരിലാണ് തിരിച്ചു വരണത് എന്ന് അറിയില്ല അല്ലേ. ഇപ്പൊ നമുക്കൊരിടത്ത് പോയാൽ തന്നെ വഴി തെറ്റണം. ഈ പ്രാണൻ നേരെ തിരിച്ചു വരണതാണ് ആശ്ചര്യം എന്നാണ്. തമിഴിലൊരു സിദ്ധൻ പാടി, പട്ടണത്ത് സ്വാമികൾ, ശരീരം മുഴുവൻ ഓട്ടയാണ്, ഇത്ര ദ്വാരങ്ങളാണ്. ഇത്ര ദ്വാരങ്ങളുള്ള ഒരു സഞ്ചിയില് ഈ കാറ്റ് എങ്ങനെ നിൽക്കണു എന്നുള്ളതാണ് ഇപ്പൊ ആശ്ചര്യം എന്നാണ്. അത് പോണതിൽ ആശ്ചര്യമേ ഇല്ല, ഈ കാറ്റ് നിൽക്കണതാണ് ആശ്ചര്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒക്കെ നശ്വരമേവ. അപ്പൊ ഒരു വണ്ടിയിൽ കയറി റോട്ടിൽ കൂടെ പോകുമ്പോ എനിക്ക് ആശ്ചര്യം, ഇടിക്കാതെ എങ്ങനെയാ ഓടിക്കണമെന്നാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ആളുകളുടെ ഉള്ളിൽ കൂടെ പോണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എങ്ങനെയാ വണ്ടി ഓടിക്കണം? ഒരു സത്യത്തിന്റെ പേരിൽ എങ്ങനെയോ നിൽക്കുക. ആശ്ചര്യമായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് പ്രാരബ്ധമുണ്ട്, ജീവിക്കാനുള്ള യോഗമുണ്ട്. അപ്പൊ മരിക്കില്ല. മരിക്കാൻ വന്നു കഴിഞ്ഞാൽ വല്ല കാരണം വേണോ? നിന്ന് ഇരിക്കണ ഇരിപ്പില് അങ്ങോട്ട് പോയി. ചിലര് നമ്മള് തൃശ്ശൂർ ഹൈവേയില് റെഗുലറായിട്ട് പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വന്നാൽ കാണാവുന്ന ഒരു സീനാണ്. ലോറി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ടാവും, ഡ്രൈവർ പുറത്തിങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതെങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ല. അതിങ്ങനെ റെഗുലറാണ്. അപ്പോ മരണത്തിന് സമയമായിട്ടില്ല എന്നർത്ഥം. ഇതിങ്ങോട്ട് മറിഞ്ഞ് തകിടുപൊടിയായിട്ട് കിടക്കുന്നുണ്ടാവും, പുറത്ത് നോക്കുന്നുണ്ടാവും. ചിലത് ഒരു കാരണമില്ലാതെ പലതും നടക്കും ഇല്ലേ. അപ്പോ ഇതിങ്ങനെ അനുസ്യൂതം മാറിക്കൊണ്ടേയിരിക്കുന്നു, നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ. അത് നിശ്ചയം ചെയ്യാം. വൈരാഗ്യത്തിന് മൂലകാരണം അതാണ്. വൈരാഗ്യം നല്ല സുഖമായ ഒരു സ്റ്റേറ്റാണ്. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ. ശങ്കരാചാര്യർ പറഞ്ഞു, വൈരാഗ്യം പോലെ സുഖകരമായ ഒരു സ്റ്റേറ്റ് ഇല്ല. പക്ഷെ അതുമാത്രം പോരാ. എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എന്നാ കുറച്ചു കാലം കഴിഞ്ഞാൽ വൈരാഗ്യം പോയിക്കളയും. അതൊരു ഇമോഷനാണ്. അതുകൊണ്ട് അത് ഉള്ളപ്പോ തന്നെ കാര്യം നിശ്ചയിച്ചോളണമെന്നാണ്. വൈരാഗ്യം ഉള്ളപ്പോ തന്നെ യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത് എന്ന് പറഞ്ഞു. എപ്പോ വൈരാഗ്യം വന്നു അപ്പൊ തന്നെ തത്വനിശ്ചയം വരണമെന്നാണ്. അപ്പോ ആ വൈരാഗ്യം ഉള്ളപ്പോ തന്നെ കാര്യം നിശ്ചയിച്ച് തത്വനിശ്ചയം വന്നോളണം. പിന്നെ വൈരാഗ്യം വിളിച്ചാൽ വരില്ല. വൈരാഗ്യം ഭഗവത് അനുഗ്രഹമാണ്. അപ്പോ വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ. അല്ല, ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ഉള്ള ആൾക്ക്, വശ്യാത്മാവായിട്ടുള്ള ആൾക്ക് വൈരാഗ്യം വരുമ്പോ അത് സുഖാണ്. അതോടുകൂടെ തച്ഛേത് ശുദ്ധ ആത്മബോധസഹിത, അതിനോടുകൂടെ ആത്മബോധം ഉണ്ടാവുകയാണെങ്കിൽ സ്വാരാജ്യ സാമ്രാജ്യ ദുഃഖ, അയാൾക്ക് സ്വാരാജ്യ സാമ്രാജ്യത്തിനെ കൊടുക്കും, ആത്മസാക്ഷാത്കാരത്തിനെ കൊടുക്കും, നിർവൃത്തി കൊടുക്കും, പൂർണ്ണമായ തൃപ്തി, സ്പിരിച്വൽ പെർഫെക്ഷൻ അവിടെ ഉണ്ടാവും.
അപ്പോ വൈരാഗ്യം ഒരു വലിയ കാര്യമാണ്. പക്ഷെ വൈരാഗ്യം വന്നപ്പോ തന്നെ ഗുരുവിനെ ആശ്രയിച്ച് ശ്രവണാദികൾ ചെയ്തുകൊള്ളണം. ശ്രവണം മനനം നിധിധ്യാസനം ചെയ്തുകൊള്ളണം. ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ഇതൊക്കെ നമ്മൾ വഴിയെ കാണാം. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം എന്ന് നിശ്ചയിച്ചാൽ മനസ്സ് പുറത്തു പോകില്ല. അല്ലെങ്കിൽ മനസ്സുണ്ടല്ലോ, അവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്, എന്തോ നടക്കും. ഇങ്ങനെ ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്ലി റണ്ണിങ്, ഓടിക്കൊണ്ടേയിരിക്കും. അതിനാണ് ആദ്യ പടി പറയുന്നത്. ഇവിടെ ഒക്കെ അസത്താണ്. ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, ഒരു യതി. അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാര് വേദാന്ത പ്രസ്ഥാനത്രയം ഭാഷ്യം വായിക്കാനായിട്ട് കൂടെ കൂടും. മനനം, നല്ല സമ്പ്രദായം, വേദാന്ത വിചാരമൊക്കെ ചെയ്ത് നല്ല പക്വമായ സാധകന്മാര്, വിരക്തന്മാര്. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മവിചാരം ഇപ്പൊ തനിയെ ചെയ്യണതിന് പകരം ഗുരുവോടുകൂടെ ചെയ്യണതാണ് ശ്രവണത്തിന്റെ ഡീപ്പർ ലെവൽ. അവിടെ കൂടെ ഇരുന്ന് പതുക്കെ ഗുരുവിനോട് ചോദിക്കുകയും അരണികൂട്ടി ഒരസുന്ന പോലെ. അതാണ് പറയാം, ആചാര്യാഖ്യ അധരസ്താരണി സമനുമിളത് ശിഷ്യ സംജ്ഞോത്തരാരണ്യാവേധോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ. ഭട്ടതിരി മനോഹരമായിട്ട് പറഞ്ഞു. ഭാഗവതത്തിലുള്ള കാര്യമാണത്. ആചാര്യനൊരു അരണിക്കോല്, ശിഷ്യനൊരു അരണിക്കോല്, ശിഷ്യ സംജ്ഞ ഒരു അരണിക്കോൽ എന്നാണ്. അതായത് ശിഷ്യന്റെ അറിവ്, ശിഷ്യന്റെ ബുദ്ധി, അവൻ മനസ്സിലാക്കിയിരിക്കുന്നത് എത്ര കണ്ടുണ്ടോ അത് ഗുരുവിന്റെ അനുഭൂതിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരസണം. ആ സംഘർഷം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോ ശിഷ്യസംജ്ഞ ഉത്തരാരണ്യ ആവേധോദ്ഭാസിതേന ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യാസന്ധി പ്രവചനകും സന്ധാനം. ആചാര്യൻ പൂർവരൂപം, അന്തേവാസി ഉത്തരരൂപം, വിദ്യസന്ധിയാണ്, പ്രവചനം സന്ധാനമാണ്. അങ്ങനെ കൂട്ടി ഒരശുമ്പോ അഗ്നി എന്ന് വെച്ചാൽ സ്വരൂപസ്ഫൂർത്തി, പ്രത്യഭിജ്ഞ ഉണ്ടാവും. അതുണ്ടാവുന്ന രീതിയിലുള്ള സംവാദം. അപ്പൊ ഈ ഗുരു ശിഷ്യനെ വിളിച്ചിരുത്തി, ശിഷ്യന്മാരെ വിളിച്ചിരുത്തി സമർത്ഥമായിട്ട് മഹാവാക്യ വിചാരം രാത്രി ചെയ്യും. ഭക്ഷണമൊന്നും കഴിക്കാതെ മനസ്സൊക്കെ ശാന്താക്കി വെച്ച് രാത്രിയാവുമ്പോൾ ശിഷ്യന്മാരുമായിട്ടുള്ള സംവാദം. ഈ സമ്പ്രദായമൊക്കെ നമ്മൾ അവിടെ അവിടെ ആത്മതീർത്ഥത്തില് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഒന്നും കിട്ടാനില്ലാത്തതാണ് ഈ സമ്പ്രദായങ്ങൾ. ഇങ്ങനെ രാത്രി മഹാവാക്യ വിചാരം ചെയ്ത് തത്വനിശ്ചയം വരുന്നവരേക്ക് സംവാദം നടക്കും. ഇങ്ങനെ പലമുറ. അതിലൊരു നല്ല സമർത്ഥനായ ശിഷ്യൻ മനസ്സ് നിൽക്കണില്ല, എന്തു പറഞ്ഞാലും നിൽക്കണില്ല. അപ്പൊ ഗുരു ഇങ്ങനെ അന്വേഷിച്ച് പലതും വർത്തമാനം പറഞ്ഞ് അവസാനം എന്താ കാര്യം ചോദിച്ചപ്പോ ഈ ശിഷ്യൻ എന്താന്ന് വെച്ചാൽ ആശ്രമത്തിന്റെ കണക്ക് നോക്കലാണ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്. നല്ല ഭക്തിയാണ്, ഗുരുഭക്തിയാണ്, ശ്രദ്ധയാണ്. അപ്പോ ആശ്രമത്തിന്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിയിൽ വരും. അപ്പൊ കുറേ ദിവസം ശ്രമിച്ചു. നല്ല വിരക്തൻ, പരമഭക്തൻ. രാത്രിയാവുമ്പോ ഉപനിഷത്ത് വിചാരവുമില്ല, മഹാവാക്യാർത്ഥ വിചാരം മാത്രമാണ്. അങ്ങനെ നടക്കുമ്പോ ഒരു ദിവസം ഗുരു പറഞ്ഞു, ഇനിയിപ്പോ ആശ്രമത്തിൽ വെച്ച് വേണ്ട, നമുക്ക് അടുത്തൊരു ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇരുത്തി രാത്രി അവിടെ ഇരുന്ന് മഹാവാക്യ വിചാരം. ഇനി 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം പറഞ്ഞു, ഇത്തിരി അങ്ങോട്ട് എന്ത് മെനക്കെട്ടാലും ഈ അന്യാഭിനിവേശം മിനിഞ്ഞാന്ന് പറഞ്ഞല്ലോ, ഈ ആശ്രമത്തിന്റെ വൃത്തി ഇങ്ങനെ വരിക. ഗുരു പറഞ്ഞു, ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ ഞാൻ നേരം വിളിച്ചാവുമ്പോ വരാമെന്ന് പറഞ്ഞു. നേരം വിളിച്ചാവുമ്പോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ശിഷ്യനെ. കൊണ്ടുപോകുമ്പോ ആശ്രമത്തിന് തീ വെച്ചിരിക്കണം. ഗുരു ആശ്രമത്തിന് തീ വെച്ചു. ഈ ശിഷ്യന് ഇത് കണ്ട് എന്താ ചെയ്തത്? ഇത് മുഖ്യമല്ല, എന്റെ തത്വനിശ്ചയമാണ് എനിക്ക് മുഖ്യം എന്ന് പറഞ്ഞു. അത്രേ, എനക്ക് തത്വനിശ്ചയത്തിന് ഇത് തടസ്സമാണെങ്കിൽ ഇത് ഞാൻ തീ വെച്ചു. അത്രയ്ക്ക് കരുണ. എന്റെ തത്വനിശ്ചയമാണ് എനിക്ക് മുഖ്യം. ഇത് ചിന്തിച്ച് ഇതൊക്കെ കെട്ടടല്ലേ, ഇത് ജീവിതമാണ്, സാക്ഷാത്കാരം, ഭഗവത് പ്രാപ്തിയാണ്. അതിന് തടസ്സമായിട്ട് ഈ ആശ്രമം ഒന്നും നിൽക്കാൻ പാടില്ല, അതൊന്നും തീ വെച്ചണം. എന്തിനാ പറയണമെന്ന് വെച്ചാൽ ഈ വൈരാഗ്യം എന്താ ചെയ്യണ? ചിലർക്കുണ്ടാവും നല്ല സമ്പദ് സമൃദ്ധിയുടെ നടുവിലും വിരക്തന്മാരായിരിക്കും, ഒരു സംഘം ഉണ്ടാവില്ല, ജനകനെ പോലെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാ സമൃദ്ധിക്ക് നടുവിലും
അതൊന്നും അവർക്ക് ഒരു സംഘമില്ല, ഒന്നിനോടും പറ്റുമാനല്ല, വിരക്തന്മാരായിട്ടിരിക്കും. അതൊക്കെ തത്വനിശ്ചയമാണ് മുഖ്യം, അല്ലാതെ ബാഹ്യത്യാഗമല്ല. ചിലപ്പോൾ ബാഹ്യത്യാഗം ചെയ്താലും ഉള്ളില് രാഗം ഉണ്ടെങ്കിൽ മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ, ഈ വിശ്വം മുഴുവൻ നശ്വരമാണെന്ന് നല്ലവണ്ണം നിശ്ചയിച്ചിട്ട് വാചാ ഗുരോഹോ, അപ്പോഴാണ് ഗുരുവിന്റെ സന്നിധി പ്രയോജനപ്പെടുന്നത്. അല്ലെങ്കിൽ വലിയ വലിയ മഹാത്മാക്കളുടെ അടുത്ത് കൂടിയിട്ട് പോലും ഇവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആശ്രമത്തിനും കുഴപ്പമുണ്ടാക്കും, ഗുരുവിനും കുഴപ്പമുണ്ടാക്കും. എന്താന്ന് വെച്ചാൽ ഇവര് വന്നത് തത്വനിശ്ചയത്തിനല്ല. അപ്പൊ തത്വനിശ്ചയത്തിന് ഒരു ശിഷ്യൻ വരുമ്പോ പരമവിരക്തനായിട്ട് നിശ്ചിത്യ വാചാ ഗുരോഹോ, ഗുരുവിന്റെ വാക്കിൽ നിന്നും നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത. അതാണ് നമ്മളിപ്പോ പറഞ്ഞ് മനന നിധിധ്യാസനം. ബ്രഹ്മവിചാരം ചെയ്യാണ്. ബ്രഹ്മവിമർശത, വിമർശനം എന്ന് പറഞ്ഞാൽ വിചാരം. വിമർശനം എന്ന് വെച്ചാൽ ക്രിറ്റിസിസം അല്ല. ഇപ്പൊ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു വിമർശയിത ദശേഷേണ യഥേച്ഛസി തഥാ കുരു. നല്ലവണ്ണം വിമർശനം ചെയ്തു നോക്കിയിട്ട്, എന്നുവെച്ചാൽ വിചാരം ചെയ്തു നോക്കിയിട്ട്. എങ്ങനെ വിചാരം ചെയ്യണം? അതിനൊരു വരമ്പിട്ടു. ശ്രുതി അനുഗൃഹീത തർക്കേണ നിശ്ചിത്യ, ശ്രുതി അനുഗൃഹീതമായ ലോജിക്കൽ പാത്തിൽ വേണം പോവാൻ. വെറും ലോജിക്ക് യൂസ് ചെയ്താൽ ചതിക്കുഴികൾ ധാരാളം ഉണ്ട്, വീണുപോകും. ഈ ഇന്റലക്ട് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഇന്റലക്ട് പെർഫെക്റ്റ് ഗൈഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കേരളത്തിൽ നെടുനീള ബുദ്ധിജീവികൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നത്. അല്ലേ? അത് പോരാ. ശ്രുതിയാണ് പ്രമാണം. അത് ശ്രുതി എന്തുകൊണ്ട് പ്രമാണം? ശ്രുതി നിങ്ങളോട് വിശ്വസിക്കാനൊന്നും പറയണില്ല, കണ്ണാടി മാത്രമാണ്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കണ്ണാടി മാത്രമാണ്, സ്വരൂപജ്ഞാനമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് കാണിച്ചു തന്ന വഴിയിൽ നടന്നു പോയാൽ, ആ വിധത്തില് തർക്കത്തിനെ ഉപയോഗിച്ചാൽ സത്യനിഷ്ഠ ഉണ്ടാവും. അതാണ് വിവേക ചൂടാമണിയിൽ ഗുരു ശിഷ്യനോട് പറഞ്ഞ് ഭയപ്പെടണ്ടാട്ടോ, കൂട്ടിക്കൊണ്ടുപോവാം, നല്ല രാജമാർഗം ഉണ്ടെന്നാണ്. ഞാനൊന്നും കണ്ടുപിടിച്ചതൊന്നുമല്ല, എത്രയോ പൂർവസൂരികൾ നടന്നുപോയ വഴിയാണ്. മാ ഭൈഷ്ടവിദ്വൻ തവനാസ്തി അപായ. ഈ ശിഷ്യൻ ഭയപ്പെട്ടുകൊണ്ടുപോയി ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഭീതം പ്രപന്നം പരിപാഹി മൃത്യോഹോ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഭയപ്പെടണ്ട കുട്ടി, തനിക്ക് ഒരു ആപത്തുമില്ല. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ. ഈ സംസാര സമുദ്രം തരണം ചെയ്യാൻ ഉപായമുണ്ട്. അങ്ങ് കണ്ടുപിടിച്ചതാണോ? ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. ഏനൈവ യാതാഹ യതയോസ്യ പാരം. എത്രയോ പൂർവസൂരികൾ ഋഷികൾ നടന്നുപോയ വഴിയാണ്, ജ്ഞാനികൾ നടന്നുപോയ വഴിയാണ്. തമേവ മാർഗം തവ നിർദ്ദിശാമി. ആ വഴി തനിക്ക് കാണിച്ചു തരാം. അങ്ങനെയാണ് സംവാദം ആരംഭിക്കുന്നത്. അപ്പോ നിശ്ചിത്യ പല വ്യാഖ്യാനങ്ങളും ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം ഇതി വാചാ ഗുരോഹോ നിശ്ചിത്യ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. വിശ്വം നശ്വരമാണെന്ന് ഗുരുവിന്റെ വാക്കുകൊണ്ട് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അത് വൈരാഗ്യം പൂർവമേവ വരേണ്ടതാണ്. വന്നിട്ട് വാചാ ഗുരോഹോ തത്വം നിശ്ചിത്യ. ഗുരുവിന്റെ വാക്ക് എന്തിനാന്ന് വെച്ചാൽ തത്വനിശ്ചയത്തിനാണ്. നിശ്ചിത്യ വാചാ ഗുരോഹോ നിത്യം ബ്രഹ്മനിരന്തരം വിമർശത. ഗുരുസന്നിധിയിലിരുന്ന് ബ്രഹ്മവിചാരം ചെയ്യണം. പതുക്കെ 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 അന്നമയമാത്മാനമുപസംക്രമ്യ ഏതം പ്രാണമയമാത്മാനമുപസംക്രമ്യ ഏതം മനോമയമാത്മാനമുപസംക്രമ്യ ഏതം വിജ്ഞാനമയമാത്മാനമുപസംക്രമ്യ ഏതം ആനന്ദമയമാത്മാനമുപസംക്രമ്യ. ഇങ്ങനെ പടിപ്പടിയായിട്ട് ഒന്ന് സംക്രമിച്ചു പോവാണ്. ഇത് ശ്രവണം ചെയ്ത് നിത്യം ബ്രഹ്മനിരന്തരം വിമർശത നിർവ്യാജ ശാന്താത്മന. വ്യാജശാന്തി എന്നൊന്നുണ്ടാവണം അപ്പോ, അല്ലെ? ഇവിടെ ശങ്കരാചാര്യര് നിർവ്യാജ ശാന്തി എന്ന് പറഞ്ഞു. വ്യാജശാന്തി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് മനസ്സിനെ പിടിച്ചു നിർത്തുക. അത് വേണ്ടതാ. ഉപായേന നിഗൃഹീയാത്. ഗൗഡപാദാചാര്യർ പറഞ്ഞു ഉപായം ഉപയോഗിച്ച് നിർത്തുന്നു. അതൊക്കെ എന്താന്ന് വെച്ചാ പാമ്പിനെ മകുടി വായിച്ച് നിർത്തുന്ന പോലെയാണ്. അപ്പോഴേക്ക് അത് സുഖമായിട്ട് നിൽക്കും.
വാസനാക്ഷയം വന്നിട്ടില്ല, അജ്ഞാനം പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ മാത്രം പല ആളുകളും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കാണും ഇത്ര വലിയ മഹാത്മാക്കൾ ഉണ്ടോയെന്ന് തോന്നുന്നു. എണീറ്റ് സംസാരിക്കാൻ മാത്രം പാടില്ല, അടുത്ത് പോയിട്ട്. ചിലപ്പോഴൊക്കെ എത്രയോ കാലം ലയമായിട്ട് ഇരുന്നിട്ട് പിന്നെയും പഴയ പോലെ വരും. ചില ജഡയോഗ സാധന ചെയ്ത ആളുകളുണ്ട്. ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഇൻസിഡന്റ് തന്നെ ഉണ്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നടന്ന സംഭവമാണ്. ഒരു ഹഠയോഗമനുസരിച്ച് വേണ്ട പ്രോസസ്സൊക്കെ ചെയ്ത് 3 മാസം കുഴിച്ചിട്ടു. മണ്ണ് കുഴിച്ചിട്ട് വാഴ വെച്ചു. 3 മാസം കഴിഞ്ഞ് കുഴി തോണ്ടി പുറത്തേക്ക് എടുത്തു. ശിഷ്യന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാ എണീപ്പിക്കേണ്ടതൊക്കെ പറഞ്ഞു. എണീപ്പിച്ചതും എത്ര പണമാണോ ബെറ്റ് വെച്ചത് അത് ചോദിച്ചു. അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് നടന്ന സംഭവമാണ്. അതായത് ഇത് പ്രകൃതിയിലുണ്ട് ഇങ്ങനത്തെ പ്രോസസ്സ്. ചില കരടികളുണ്ട്, ഹിമക്കരടികൾ. അവര് ഹൈബർനേഷൻ എന്ന് പറയും. നല്ല തണുപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഉറങ്ങിക്കളയും. 6 മാസമൊക്കെ ഉറങ്ങിക്കളയും. അത്രയും ഫാറ്റ് ശരീരത്തിലുണ്ടാവും. അതൊക്കെ അങ്ങോട്ട് വറ്റിപ്പോയിക്കളയും. അപ്പൊ അതുകൊണ്ട് ജ്ഞാനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് വ്യാജശാന്തി എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇപ്പൊ യോഗിക്ക്, ജീവൻ മുക്തന് സമാധിസ്ഥിതി കൊണ്ടുപോലും ആവശ്യമൊന്നുമില്ല. ശരീരത്തിന്റെ കർമ്മമോ മനസ്സിന്റെ വൃത്തികളോ അഥവാ കാരണശരീരത്തിന്റെ ഉറക്കം, സമാധി, മൂർച്ഛ ഒന്നും സ്വരൂപത്തിനെ സ്പർശിക്കില്ല. ഇതൊക്കെ വേറെയാണ്. സമാധി എന്ന് വാസ്തവത്തിൽ ജ്ഞാനികൾ പറയുന്നത് സഹജസമാധിയാണ്, തത്വനിശ്ചയമാണ്. വാസിഷ്ഠത്തിൽ പറഞ്ഞു തത്വാത്മബോധ ഏവൈഹ സർവാശാ തൃണപാവക പ്രോക്ത സമാധി ശബ്ദേന നതു തൂഷ്ണീമവസ്ഥിതി. ഇങ്ങനെ അടങ്ങിയിരിക്കണമെന്നൊന്നുമില്ല. അതൊരു സാധന, നല്ലതാണ് അതൊക്കെ. പക്ഷെ അതാണെന്ന് നശിക്കരുത്. ചിലപ്പോ കാണാൻ യോഗികൾ സർവ്വസാധാരണമായിട്ടിരിക്കും, വ്യവഹരിക്കും, എല്ലാം ചെയ്യും. വാസനയില്ല, രാഗദ്വേഷമില്ല, മോഹമില്ല ഉള്ളില്. ഒരു ക്ഷണനേരം പോലും അവർക്ക് സ്വരൂപപ്രച്യുതിയില്ല. അതാണ് ജ്ഞാനത്തിന് പറയുന്ന സമാധി. അവിടെ സമാധി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപത്തിന് മറ്റൊരു പേര്. ഗീതാഭാഷ്യത്തിലൊക്കെ സമാധി എന്ന് വരുമ്പോ ഭഗവത്പാദര് അതിനെ ഒരു വെർബായിട്ട് പറയണേ ഇല്ല. പറയണത് സമാധി ആത്മാ. സമാധി എന്താന്ന് വെച്ചാൽ ആത്മസ്വരൂപമാണെന്ന്. അപ്പൊ വേദാന്ത ശ്രവണം ചെയ്യുമ്പോ ശ്രദ്ധ വസ്തുവിലെ സ്വരൂപത്തില് ലഗ്നമായി, നിഷ്ഠമായി. ഞാൻ അതാണ്, സോഹമസ്മി എന്ന നിശ്ചയം വന്നു. ആ തത്വനിശ്ചയത്തിന് സമാധി എന്ന് പറഞ്ഞു. ആ തത്വനിശ്ചയം ഉണ്ടാവാനാണ് ശ്രദ്ധ എവിടേക്കോ കിടക്കണു. ശ്രദ്ധ ശരീരത്തിൽ കിടക്കണു. ഞാൻ ശരീരമാണെന്ന് കിടക്കണു. പിന്നെ മനസ്സിൽ വരുന്ന ഇമോഷൻസിലൊക്കെ ഐഡന്റിറ്റി ഉണ്ട്. കോപം വരുന്നു, അസൂയ വരുന്നു, കാമം വരുന്നു, ഇതിലൊക്കെ ഐഡന്റിറ്റി ഉണ്ട്. അതേപോലെ ഉറക്കം വരുന്നു, വിശപ്പ് വരുന്നു. അല്ലെ, ഭാഗവത്തിൽ മനോഹരമായിട്ടുള്ള ശ്ലോകാണ്. ദേഹേന്ദ്രിയ പ്രാണമനോധിയാമ്യോ ജന്മാപ്യയക്ഷുഭയതർഷകൃച്ഛ്രൈ സംസാരധർമ്മൈ അവിമുഹ്യമാനഃ സ്മൃത്യാ ഹരേഹ ഭാഗവത പ്രധാനഃ. ആ ഭഗവത് സ്മൃതി എത്ര പ്രബലാണെന്ന് വെച്ചാൽ ദേഹത്തിന്റെ, ഇന്ദ്രിയങ്ങളുടെ, പ്രാണന്റെ, മനസ്സിന്റെ, ബുദ്ധിയുടെ ഒരു ഉപാധിയുടെയും ലിമിറ്റേഷൻ അയാളുടെ അവയർനെസ്സിലില്ല. വിശപ്പ്, ദാഹം, ഉറക്കം, കാമം, കോപം, കർത്തൃത്വം, ഭോക്തൃത്വം ഒന്നും ആ സ്വരൂപ അനുഭവത്തിനെ മറയ്ക്കുന്നില്ലെങ്കിൽ സ ഭാഗവതോത്തമഹാണ്. അവൻ പരമഭാഗവതനാണ്. സ്മൃത്യാ ഹരേഹേ ഭാഗവത പ്രധാന. ഇതൊന്നും ടെക്നിക്ക് കൊണ്ട് മാറ്റിയതല്ല. സ്മൃത്യാ ഹരേഹേ, ഹരിസ്മൃതി ഉണ്ടായി, ഭഗവത് സ്മൃതി ഉണ്ടായി, സ്വരൂപസ്മൃതി ഉണ്ടായപ്പോ ഇത് നിങ്ങളുടെ ഫ്രീ ആയി. ആ സ്വരൂപസ്മൃതിയെ ഉണർത്താനാണ് ഗുരുവുമായിട്ടിരുന്ന് ഈ സംവാദം. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവ്യമുഹൂർത്തത്തില് ആചാര്യൻ ശിഷ്യന് ഈ നിത്യസിദ്ധമായ വസ്തുവിനെ കാണിച്ചു കൊടുക്കും. നിത്യസിദ്ധമായ വസ്തു എവർ അറ്റൈൻഡ്, എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ, നിങ്ങളിപ്പോ ശ്രവണം ചെയ്യണതല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഈ ശ്രവിച്ചുകൊണ്ടേയിരിക്കുമ്പോ ശ്രവണം ചെയ്യുന്ന ആളുടെ നേരെ ശ്രദ്ധ ഒന്ന് പാഞ്ഞ രക്ഷപ്പെട്ടു. പ്രത്യക് പ്രവാഹം. എന്താണ് ശ്രവിക്കുന്നത് എന്നുള്ളതിനേക്കാളും കൂടുതൽ ആര് കേൾക്കണു, ആരാ അതിനകത്തിരുന്ന് ശ്രവിക്കണത്, ഇതിനകത്തിരുന്ന് കേൾക്കുന്നവൻ ആര്.
ഈ കേൾക്കുന്നവന്റെ സ്വരൂപം എന്താ? യോ ബുദ്ധേഹെ പരതസ്തു സഹ, ബുദ്ധിക്കും സാക്ഷിയായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇരുപ്പ്, അസ്തിത്വം, അതിന്റെ സ്വരൂപം എന്താ എന്ന് ശ്രദ്ധ, തന്റെ ഇരുപ്പ്, തന്റെ നിലനിൽപ്പ് ഉള്ളില് ആ ബോധത്തിലേക്ക് തിരിയുമ്പോ ശ്രവണം പൂർണ്ണമായി. ഇത് ഗുരുമുഖത്ത് നിന്ന് കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവ്യമുഹൂർത്തത്തില് സദ്യോമുക്തി ഉണ്ടാവും. എന്നുവെച്ചാൽ സദ്യോമുക്തി എന്ന് വെച്ചാൽ ശ്രവണ സന്ദർഭത്തിൽ തന്നെ ശ്രദ്ധാശക്തി സ്വരൂപത്തില് നിഷ്ഠമാവും, തന്നില് നിഷ്ഠമാവും. താൻ എന്നുള്ള അനുഭവസ്വരൂപമായ ബോധത്തിലേക്ക് ശ്രദ്ധ അങ്ങോട്ട് തിരിയും. ഇതാണ് പരീക്ഷത്തിന് ഉപദേശിച്ച ക്ഷണത്തിൽ പരീക്ഷത്ത് പറഞ്ഞു. ലാസ്റ്റ് ആവുമ്പോ സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരി ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം. ഞാൻ ബ്രഹ്മനിർവാണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതാണ്. ശ്രദ്ധ സ്വരൂപത്തില് തിരിഞ്ഞു. അപ്പോ അങ്ങനെ നിത്യം ബ്രഹ്മനിരന്തരം, ഇങ്ങനെ ഒരു ക്ഷണനേരം ശ്രദ്ധ തിരിഞ്ഞാൽ ഈ ശരീരം, മനസ്സ്, ഈ ഉപാധികളിൽ നിന്നും പിരിഞ്ഞിട്ടുള്ള ചിത്തിന്റെ ഒരു സ്ഫുരണ, പറയണ വാക്ക് സ്ഫൂർത്തി, സ്ഫുരണ. നമുക്കറിയണത് വൃത്തിയാണ്, സ്ഫൂർത്തി അറിയില്ല. നമ്മളുടെ അനുഭവത്തിലൊക്കെ ഉള്ളത് വൃത്തിയാണ്, മനസ്സ് നോക്കിയ വൃത്തികളാണ്, തോട്ട്സാണ്. അതൊക്കെ ഒരു സ്പന്ദനാണ്. ഓരോ ചിത്തവൃത്തിയും ഒരു സ്പന്ദനാണ്. ഈ ചിത്തവൃത്തികളിലെ മൂലമായ ചിത്തവൃത്തിയാണ് ഞാൻ എന്ന് പറയുന്ന അഭിമാനവൃത്തി. അടുത്ത ശ്ലോകതാണ് അഭിമാനവൃത്തി, അഹങ്കാരവൃത്തി, അഹംവൃത്തി. ഇപ്പൊ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞാൽ അത് നല്ലവണ്ണം അറിയും. ഇപ്പൊ ഇതിനകത്ത് വന്ന് നിങ്ങളാരാ അവിടെ വരാൻ പറഞ്ഞു എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അല്ലേ? എന്നാ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടാ വന്നത്, എനിക്കൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ പറയണതിന് മുമ്പ് ഞാൻ 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 എന്നെ 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 എന്നിങ്ങനെ തോന്നും അല്ലേ? ഒരു എന്താ ഹരിനാമകീർത്തനത്തിലൊരു പാട്ടുണ്ടല്ലോ, തള്ളിപ്പുറപ്പെടും അഹന്ത അല്ലേ? അത് ഉള്ളിന്നിങ്ങനെ തള്ളിപ്പുറപ്പെടാം, എന്നെ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ തോന്നും. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൽ അറിയാം അതിന്റെ സ്പന്ദനം. അത് ഇങ്ങനെ ഉന്തി വരുന്നത്, വിജൃംഭണം അറിയാം. അപ്പൊ അത് വൃത്തിയാണ്, പ്രബലമാണ്. മൈൻഡിന്റെ കണ്ടൻസ്ഡ് ഫോമാണ്, അത് എസൻസ് ആണ്. അത് തന്നെ കയറി പിടിച്ചോളാതാണ്. എന്താ ഈ അഹങ്കാരം, ഈ ഞാൻ എന്ന് തോന്നുന്നുണ്ടല്ലോ, അതെന്താണ്? ഈ വൃത്തിയുടെ സ്വരൂപം എന്താണ്? പല തോട്ട്സ് വരുമ്പോഴും ആ തോട്ട്സിനൊക്കെ മൂലം ഇതാണ്. ഞാൻ എന്നുള്ള ഈ വൃത്തി ഇല്ലാതെ ബാക്കി ഒന്നും നടക്കില്ല. എന്ത് വരുമ്പോഴും എനിക്ക് വരുന്നു, എന്നെ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ തോന്നും. നല്ല പ്ലസന്റ് തോട്ട്സ് വരുമ്പോ അത്ര പെട്ടെന്ന് കിട്ടില്ല. അപമാനിച്ചാൽ നന്നാ കിട്ടും, നല്ലവണ്ണം നമുക്കതിന്റെ സ്പന്ദനം കിട്ടും. എന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പൊ ഇങ്ങനെ ഉന്തി വരുന്നത് കാണാം. ഈ അഹങ്കാരത്തിന്റെ മൂലം അതെവിടുന്ന് പൊന്തുണു, അതിന്റെ പുറത്തു വരുന്ന സുഷിരം എന്താണ് എന്നിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്ഥാനം, ഒരു ലൊക്കേഷൻ, അവിടെ ചെന്നത് മറയുന്നത് കാണാം നമുക്ക്. ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ ഞാൻ 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 ഞാൻ, അത് ഹൃദയത്തിലെ ബാക്കിയുള്ള വൃത്തികളിൽ നിന്നൊക്കെ പിരിഞ്ഞ് സെപ്പറേറ്റ് ആവും. തൈര് കടയുമ്പോൾ വെണ്ണ ഇങ്ങനെ പിരിഞ്ഞു വരണ പോലെ ഈ അഹങ്കാരം മറയുന്ന സ്ഥലത്ത് മറ്റൊന്ന് ശുദ്ധ ചൈതന്യമാത്രമായ ഒരു സ്പന്ദനം, സ്ഫൂർത്തി, ഒരു ക്ഷണനേരത്തേക്കെങ്കിലും വേർപിരിഞ്ഞ് കാണും. ആ സ്ഫൂർത്തി ഈ സ്വർണം കടഞ്ഞെടുക്കുമ്പോഴേ, സ്വർണം ഖനിച്ചെടുക്കുമ്പോ ഒരുപാട് ടൺ കണക്കിന് അഴുക്ക് ചളി വന്ന ശേഷം ഒരു ഡസ്റ്റാണ് കിട്ടുക. അതുപോലെ ഇങ്ങനെ പലതും വരുന്നതിന്റെ നടുവില് ഈ സ്ഫൂർത്തി സ്പന്ദനം, ഒരു സ്പാർക്ക് ഉള്ളില് കിട്ടും. മതി. ഇതാണ് ഗുരുമുഖത്ത് നിന്ന് ശ്രവണം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ഫൂർത്തി. പിന്നെ തനിച്ചിരുന്ന് വീണ്ടും ശ്രവണം ചെയ്ത് തനിച്ചിരുന്ന് ശ്രവണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, മനനം
ഉള്ളില് ഈ ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ആരാഞ്ഞ് ഉള്ളിൽ അതിനെങ്ങനെ ശ്രദ്ധിച്ച് അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മന്ത്രസ്പന്ദനം. മന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കിടുന്നതാണ്. ഇത് അകത്ത് ഭഗവാൻ ജപിക്കുന്ന മന്ത്രമാണ്. അന്തര്യാമിയായ ദേവത അഹമിത്യഭാണീ അഹം നാമാഭവത്. ശ്രുതി തന്നെ പറഞ്ഞു, ഭഗവാൻ തന്റെ പേര് പറഞ്ഞതാത്ര ഇത് ഉള്ളില് അഹമഹമെന്ന്. അങ്ങനെ സ്പന്ദിക്കുന്നു. ആ സ്പന്ദനത്തില് ശ്രദ്ധാശക്തി ലഗ്നമായിട്ട് തീരുമ്പോ, ആ സ്ഫൂർത്തിയെ ഗ്രഹിക്കുമ്പോ മനനം നിധിധ്യാസനമായിട്ട് തീർന്നു. അതില് നിലനിർത്താം. ഉപാധിയുടെ സമ്പർക്കമില്ലാതെ ഈ ഉള്ളിലുള്ള സ്ഫൂർത്തിയെ ഗ്രഹിച്ചുകൊണ്ട് കുറച്ചൊക്കെ എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കുമെങ്കിൽ അത് നിധിധ്യാസനാണ്. നിശ്ചയേന ദൃഢതയാ സ്വരൂപേ ആസനം സ്ഥിതി. അതാണ് നിധിധ്യാസനം. അങ്ങനെ ദൃഢമായിട്ട് ആ അനുഭവം ഇങ്ങനെ നിലനിർത്തും. അത് സ്വാഭാവികമായാൽ, അത് തന്നെ നമ്മളുടെ സ്വരൂപമായാൽ സാക്ഷാത്കാരം. അപ്പൊ പറഞ്ഞു നമ്മൾ ഉയർന്ന കാര്യം പറയണു. ഇതങ്ങട് ഉള്ളില് തിരിയങ്ങട് സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന് ഭഗവാൻ. ഈ തത്വനിശ്ചയം പോലും വലിയ കാര്യമാണ്, ഈ അറിവ് പോലും വലിയ കാര്യമാണ്. അതങ്ങട് ഉള്ളില് ഉറപ്പിച്ചോളാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു, നിർവ്യാജമായ ശാന്തി ഉണ്ടായി. എന്നുവെച്ചാൽ ഉപായമൊന്നുമില്ലാതെ, സാധനയൊന്നുമില്ലാതെ തന്നെ സഹജമായി. ഇപ്പോ സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാലും ജാഗ്രതയായിട്ടിരിക്കണം. തീപ്പെട്ടി അടുത്ത് കൊണ്ടുപോയി കൊളുത്തിയാൽ ചിലപ്പോൾ പിടിച്ചയക്കും അല്ലേ. സിലിണ്ടർ കാലിയാണെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. ഉള്ളിലെ വാസന പോയി കഴിഞ്ഞാൽ നിർവാസനാമൗനം, ഒരു എഫേർട്ട്ലെസ് ആയിട്ട് സഹജമായിട്ട് ഒരു പ്രയത്നമൊന്നുമില്ലാതെ സഹജമായിട്ടുള്ള ശാന്തി. ആ സഹജശാന്തി, അജ്ഞാനം പോയിരിക്കണം. അത്തരത്തിലുള്ള ശാന്തിയാണ് ഇവിടെ നിർവ്യാജ ശാന്താത്മന ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത. ആ അറിവ് കൊണ്ട് പാസ്റ്റ് അങ്ങോട്ട് പോയി, ഫ്യൂച്ചറും പോയി. കർമ്മത്തിനെ മൂന്നായിട്ട് പറയും: ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം. മൂന്ന് വിധ കർമ്മ. ഇപ്പൊ ഒരു അമ്പെടുത്ത് ആവനാഴിയിൽ വെച്ചിട്ടുണ്ട്. ആ ആവനാഴിയിലുള്ള അമ്പ് ഉപയോഗിക്കാതെ നശിപ്പിക്കാം. വില്ലിൽ വെച്ച് വലിച്ചു കഴിഞ്ഞിട്ട് പോലും എടുക്കാം അല്ലേ. ഇതാണ് സഞ്ചിതവും ആഗാമിയും. അത് രണ്ടും ജ്ഞാനം കൊണ്ട് നശിച്ചു പോകും. വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർമുക്തമായി കഴിഞ്ഞാൽ അത് ലക്ഷ്യം ഭേദിക്കും. അതാണ് പ്രാരബ്ധം എന്നാണ് പൊതുവെ ദൃഷ്ടാന്തം. ഇതാണ് പൊതുവെ ദൃഷ്ടാന്തം. പ്രാരബ്ധത്തിന് ഒന്നും ചെയ്യാൻ ഒക്കില്ല എന്നാണ്. അത് നമുക്ക് സാമാന്യ ലെവലിൽ അത് യുക്തിസഹമാണ്. എല്ലാവരും ജ്ഞാനികളുടെ ശരീരത്തിന് വിഷമങ്ങളൊക്കെ വരുമ്പോ, വ്യാധികളൊക്കെ വരുമ്പോ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഃ. പക്ഷേ ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ആളുടെ പ്രാരബ്ധ അത്, അദ്ദേഹത്തിന് പ്രാരബ്ധമൊന്നുമില്ല. മുക്തപുരുഷനെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യർ ഒരു ദൃഷ്ടാന്തത്തിനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറഞ്ഞു. അമ്പ് വിട്ടു, ശരി, അമ്പിന് പോയി തറയ്ക്കാനൊരു ലക്ഷ്യം വേണമല്ലോ. അവിടെ ആ ലക്ഷ്യമില്ലെങ്കിൽ ഈ അമ്പ് എവിടെ പോയി വീഴും? പ്രാരബ്ധത്തിനെ അനുഭവിക്കാൻ ഒരു അഭിമാനം വേണമല്ലോ. ആ അഭിമാനം ഇല്ലെങ്കിൽ പ്രാരബ്ധ ആർക്ക്? അതാണ് ഒരു ദൃഷ്ടാന്തം പറയാ. പശുവിന് പൂജ ചെയ്തു, കഴുത്തിൽ മാലയിട്ട് കൊടുത്തു. പശുവിന് ഈ മാല വലുതും അറിയോ? പശു നാളെ മാല പുഷ്പമൊക്കെ ചോർന്നു പോയാ പുതിയ മാല തരുമോന്ന് ചോദിക്കോ? അതിന് കഴുത്തിൽ മാല കിടന്നാലും വീണുപോയാലോ ഒരേപോലെയാണ്. ഭാഗവതത്തിൽ മറ്റൊരു ദൃഷ്ടാന്തം പറഞ്ഞു. കള്ളു കുടിച്ചിട്ട് നടക്കുന്ന ആൾക്ക് ഉടുത്ത വസ്ത്രം അഴിഞ്ഞു പോയാൽ അറിയില്ല, അതുപോലെ തോന്നുന്നു. ദേഹം ച നശ്വരം അവസ്ഥിതം ഉത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതഃ അധ്യഗമത് സ്വരൂപം ദൈവാദ് ഉപേതമുഥ ദൈവവശാദ് അപേതം വാസോ യഥാ പരികൃതം മദിരാമദാന്ധ. മദിര കുടിച്ച് മദാന്ധനായവന് വസ്ത്രം ഇടുപ്പത്ത് ഉണ്ടോ അല്ല വീണുപോയോ എന്നുള്ളത് അറിയാത്തതുപോലെ തത്വനിശ്ചയം വന്ന ആൾക്ക് ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന്. വേറൊരു കാര്യം രമണ മഹർഷി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ശരീരം എവിടെ? എനിക്ക് ശരീരമൊന്നുമില്ല, നിങ്ങളാണ് കാണുന്നതെന്ന് പറയും. അതിനൊരു ദൃഷ്ടാന്തം എന്താന്ന് വെച്ചാൽ, ഈ ആകാശത്ത് നക്ഷത്രം കാണുന്നുണ്ട് അല്ലേ?
രാത്രിയാവുമ്പോൾ നക്ഷത്രം കാണും. ചില നക്ഷത്രങ്ങളൊക്കെ, അതായത് ഇപ്പോ സൂര്യ വെളിച്ചം സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തണമെങ്കിൽ 8 മിനിറ്റ് ആവും. ചില നക്ഷത്രങ്ങളിലെ വെളിച്ചം, ഏറ്റവും ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിലെ വെളിച്ചം ഭൂമിയിലെത്താൻ 4 വർഷമാവും. അതായത് ഇപ്പൊ പുറപ്പെടുന്ന വെളിച്ചം ഇനി 4 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ. അത്രയും ദൂരമുണ്ട്, പ്രകാശവർഷ ദൂരം എന്നാണ് പറയണത്. സപ്പോസ് ഒന്ന് ആലോചിച്ചോളാം, ആ നക്ഷത്രത്തിന്റെ അടുത്തൊരാൾ താമസമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞു വെച്ചാൽ നടക്കില്ല. എന്നാലും പറയാം, അയാൾ പറയാം ഈ നക്ഷത്രം ഇന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്താ വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ട്. ആ മൊമെന്റ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി 4 വർഷം നിങ്ങൾ ആ നക്ഷത്രം കാണും അല്ലേ? ഇതേപോലെ തത്വവിത്തിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷാത്കാരം ഉണ്ടായ ക്ഷണത്തിൽ ശരീരം പോയി. പക്ഷെ ബാക്കിയുള്ളവർക്ക് കർമ്മത്തിന്റെ കാലപരിമിതി കൊണ്ട് അവരുള്ളവരെ ആ ശരീരം കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ കുറച്ച് അധികമായിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അതാണ് പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു. പ്രാരബ്ധം എന്നൊന്നുണ്ടെങ്കിൽ ജീവൻ മുക്തി ഉണ്ടാവില്ല. അതാണ് കാര്യം. പ്രാരബ്ധം ഉണ്ടെങ്കിൽ ജീവൻ മുക്തിയില്ല. വാസ്തവത്തിൽ പ്രാരബ്ധവും ഇല്ല. എന്താ ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ സുഷുപ്തിയില് സുഖമായി ഉറങ്ങുമ്പോ ഒരു കർമ്മവുമില്ല, ശരീരവുമില്ല, പ്രപഞ്ചമില്ല. ആത്മാ ദിവസം നഗ്നമായിട്ട് തന്നെ കാണിച്ചു തരികയാണ് നമുക്ക്. അതായത് എന്നിൽ ഞാനല്ലാതെ ഒന്നുമില്ല എന്ന് എവറിഡേ ഡിക്ലറേഷനാണ് ഡീപ് സ്ലീപ്പ്. ഇതിനേക്കാളും വലിയ പ്രമാണമൊന്നും വേദാന്തത്തിന് വേണ്ടാന്ന്. അവിടെ ഓരോ ദിവസവും നമ്മുടെ സ്വരൂപം പറയാണ്, എന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, നീ ഇല്ലാട്ടോ എന്നാണ്. നമ്മളുണ്ടോ അവിടെ? ഈ ജീവാഹന്ത ഉണ്ടോ? ഇല്ല. പ്രപഞ്ചമുണ്ടോ? ഇല്ല. അതാണ് ശങ്കരാചാര്യര് ദശശ്ലോകി ആദ്യം തന്നെ പറഞ്ഞു, ന ശാസ്ത്രം ന ശാസ്ത ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം പ്രപഞ്ച സ്വരൂപാവബോധ വികൽപ്പ അസഹിഷ്ണു തദേകോ വശിഷ്ട ശിവ കേവലോഹം. ആ സ്വരൂപത്തില് വികൽപ്പമേ ഇല്ല എന്നാണ്. വികൽപ്പമൊക്കെ സിനിമ പോലെ വന്നിട്ട് പോണു. സ്വരൂപം എപ്പോഴും നിർമ്മലമാണ്. അസംഗോഹ്യം പുരുഷ. ശ്രുതി പറയാണ്, ഞാൻ എപ്പോഴും ഒന്നും എന്നിൽ വെച്ച് വെക്കില്ല, ഒക്കെ അങ്ങോട്ട് തൂത്തുകളയും, ഇല്ലാതിരിക്കും. ദിവസം കുറച്ചു നേരം അങ്ങനെ നമ്മൾ ആത്മാവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ജാഗ്രതത്തിൽ കുറെയൊക്കെ കഴിച്ചു കൂട്ടണത്. കുറെ നേരം കഴിയുമ്പോഴേക്കും മധ്യാവണു അല്ലേ? വീണ്ടും പോയി ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ വരുമ്പോ പിന്നെയും കുറച്ചു നേരം കൂടെ സഹിക്കാം. അത് പിന്നെ കുറെ കഴിയുമ്പോ അവസാനം മതിയാവുമ്പോഴാണ് വയസ്സാകുമ്പോ ഒന്ന് പോയാ വേണ്ടില്ല, ഭഗവാൻ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓരോരുത്തർ പറയണം. എന്താപ്പോ ഭഗവാൻ വിളിക്കാത്ത? എന്റെ സമപ്രായക്കാരൊക്കെ പോയി ശരിക്കും വിശക്കണ പോലെയാ. വിശപ്പ് എങ്ങനെ ഭക്ഷണത്തിന് ആശിക്കുന്നു അതുപോലെ വയസ്സാവുമ്പോ മൃത്യുവിനെ ഭക്ഷണമായിട്ട് ആശിക്കും. ശ്രുതി തന്നെ പറയണ മൃത്യുഹു യസ്യ ഉപസേചനം എന്ന് തന്നെ പറയണ്ട, നല്ല ഭക്ഷണമാണെന്നാണ്. പക്ഷേ നമ്മളെ ഭക്ഷിച്ചു കളയും, അത്രേ ഉള്ളൂ. നമ്മളെ അടുത്ത് പോകുമ്പോ നമ്മളെ ഇല്ലാതാക്കിയിട്ട് താൻ മാത്രമായിട്ട് ആത്മാന്നുള്ള പദത്തിന് തന്നെ അർത്ഥം ശാപ്പാട്ടരാമെന്നാണ്. ആത്മപദത്തിന്റെ വ്യുത്പത്തി അത്തി ഇത് ആത്മാവാണ്. സർവം അത്തി എന്നുവെച്ചാൽ എല്ലാം അങ്ങോട്ട് വിഴുങ്ങുന്നു അല്ലേ? അത് ദിവസം വിഴുങ്ങുന്ന ഒരു അനുഭവമാണ് സുഷുപ്തിയില്. ശക്തിപാദം എന്ന് പറയുന്നതും അതാണ്. ഗുരുസന്നിധിയില് ചിലപ്പോഴൊക്കെ ഒരു സമാധി അനുഭവമാണ്. അപ്പൊ ഒക്കെ വിഴുങ്ങി, പ്രപഞ്ചമില്ല, ശരീരമില്ല, ഞാനെന്നുള്ള അഭിമാനവൃത്തിയില്ല, എന്തോ ഒരു വസ്തു താനായി പ്രകാശിച്ചെന്നു. പിന്നെയും ഞാനെന്ന് പറഞ്ഞു തോന്നി. അപ്പൊ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത്രയും നേരം എന്തോ ഒരു അവസ്ഥ. ആ സന്മാത്രമായ വസ്തു സച്ചിദാനന്ദമായ ഒരു സ്ഫൂർത്തി മാത്രം ഉണ്ടായിരുന്നു. അത് ശക്തിപാതമാണ്. തത്വനിശ്ചയം എന്ന ജീവൻ മുക്തനോ സ്വാഭാവികമാണ്. അയാൾ അറിഞ്ഞു, അറിവ് തന്നെ സമാധിയായി. എന്നുവെച്ചാൽ ഇതിൽ അതേ ഉള്ളൂ. ഈ തത്വനിശ്ചയം വരാൻ സുഷുപ്തി തന്നെ ധാരാളം മതി എന്നാ പറയണ ഭഗവത്പാദർ. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയണ, നിങ്ങൾക്ക് വേണമെങ്കിൽ കിണർ കുഴിച്ചോളാ. ഗംഗയുടെ കരയിൽ ഇപ്പൊ എന്തിനാ കിണർ കുഴിക്കണം? ഗംഗ ഉണ്ടല്ലോ, എടുത്തു കുളിച്ചൂടെ? ഈ സുഷുപ്തി അവസ്ഥ തന്നെ നിങ്ങളെ അനുസന്ധാനം ചെയ്താൽ നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടാവും. ചന്ദ്രശേഖര ഭാരതി സ്വാമി വിവേക ചൂടാമണി ഭാഷ്യത്തിൽ പറയണ്ട്, ഈ ആരും ഉറങ്ങിയിട്ട് ജ്ഞാനിയാവില്ല. ഇപ്പൊ സുഷുപ്തിയെ പറഞ്ഞതുകൊണ്ട് ദിവസം കിടന്ന് ഉറങ്ങിയാൽ ജ്ഞാനിയാവുമോ എന്ന് വെച്ചാൽ നല്ല അജ്ഞാനിയാവും.
തമോ ഗുണമുണ്ടാവും. ഇപ്പൊ ഉറക്കമുകൊണ്ട് ജ്ഞാനമല്ല, പക്ഷേ ആ അവസ്ഥയെ അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരുന്നാൽ നിർവികൽപ്പമായ സമാധിസ്ഥിതി വരും എന്ന് ചന്ദ്രശേഖര ഭാരതി സ്വാമി ഭാഷ്യത്തിൽ പറയുന്നുണ്ട് വിവേക ചൂടാമണി വൃത്തിയിൽ. അതായത് ആ അവസ്ഥയെ ചിന്തിച്ച് മനനം ചെയ്തു നോക്കുമ്പോ അറിയാം നമ്മള് ഉണ്ട്. ജാഗ്രതത്തിൽ ഞാനുണ്ട്, സ്വപ്നത്തിൽ ഞാനുണ്ട്, സുഷുപ്തിയിലുണ്ട്. പക്ഷെ എങ്ങനെ ഞാനുണ്ട്? ഈ ആളില്ല, ഈ ശരീരമില്ല, ഈ പേഴ്സണാലിറ്റി ഇല്ല, പക്ഷെ എന്തോ ഒരു വസ്തുവുണ്ട്. അതാണ് വാസ്തവമായി ഞാൻ. അത് ആത്മാവാണ്, അത് ഭഗവത് സ്വരൂപമാണ്. ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷോന്തര്യാമി, ഏഷ യോനി പ്രഭവാപ്യയോ ഹി ഭൂതാന. ആ വസ്തു സുഖസ്വരൂപമാണ്. അവിടെ ദുഃഖത്തിന് പ്രവേശമേ ഇല്ല. അവിടെ ആനന്ദം, ശാന്തി അവിടെ ഉണ്ട്, നിർവൃത്തിയുണ്ട്. എല്ലാ ദുഃഖത്തിൽ നിന്നും തീർണോഭവതി. ശ്രുതി പറയണത് എല്ലാം കടന്നു എന്നാണ്. ഭർത്താവ് മരിച്ചു കിടക്കണു, തലയ്ക്കടിച്ച് കരഞ്ഞു, അവസാനം ഭർത്താവിന്റെ മേലെ കടന്നു ഉറങ്ങി. ഭർത്താവും ഇല്ല, പ്രപഞ്ചവും ഇല്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല, ഒന്നും അറിഞ്ഞില്ല. പിടിച്ച് തട്ടി എണീപ്പിച്ചു അടുത്ത് കിടക്കണവർ. എന്തിനാ എണീപ്പിക്കണ? കുറച്ചുനേരം സമാധാനമായിട്ട് കഴിഞ്ഞാൽ മനസ്സങ്ങോട്ട് ഉദിച്ചപ്പോ എല്ലാം ഉദിച്ചു. മനസ്സങ്ങോട്ട് ലയമായപ്പോ ഈശ്വരൻ കരുണ കൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ഥിതിയാണത്, അല്ലേ? പക്ഷേ ഗിഫ്റ്റ് ഒന്നും നമുക്ക് പ്രയോജനപ്പെടില്ല. ഗിഫ്റ്റാണത്. നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമാണ്. നമ്മളൊക്കെ നാച്ചുറൽ. സുഷുപ്തി നാച്ചുറലാണ്. പക്ഷെ ജ്ഞാനം നാച്ചുറൽ അല്ല. ജ്ഞാനം കോൺഷ്യസ് ആണ്. അത് അൺനാച്ചുറലും അല്ല, അത് കോൺഷ്യസ് ആണ്. ബോധപൂർവം നേടിയെടുക്കുന്നതാണ്. ബോധപൂർവം നിങ്ങളെ അറിയണതാണ്. അത് ഈശ്വരന്റെ കൃപാശക്തിയാണ്, വിഭൂതിയാണ്. ഒരാളില് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് വിഭൂതിയാണ്. ആ മഹാവിഭൂതി ഭാഗവത്തിന് മുഴുവൻ അതിന് സ്തുതി മഹാവിഭൂതി. പ്രസീദതാം നസ്സ മഹാവിഭൂതി. വിഭൂതി കേവല വിഭൂതിയാണ്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് ഒരാളിൽ പ്രകാശിക്കുന്നുണ്ടല്ലോ, അത് മഹാവിഭൂതിയാണ്. ഒരാൾക്ക് സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് മഹാവിഭൂതി. പ്രസീദതാം നസ്സ മഹാവിഭൂതി, പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. അങ്ങനെ ആ സാക്ഷാത്കാരം ഉണ്ടാവുമ്പോ പ്രാരബ്ധവുമില്ല. പക്ഷെ എന്ത് ചെയ്തു? ശരീരത്തിനോടുത്ത് പറഞ്ഞു. ഈ പ്രാരബ്ധത്തിനെ വിളിച്ച് ഞാനീ പറഞ്ഞു അത്ര, ഈ ശരീരത്തിന് നോക്കിക്കൊള്ളൂട്ടോ എന്നാണ്. വേണ്ട നേരത്തെ ആഹാരം കൊടുക്കുക, അതിന് വേണ്ടതൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുക. തുളസീദാസ് രാമചരിതമാനസത്തിൽ പറഞ്ഞു, പ്രാരബ്ധ പൂർവ്വ രചേ പീച്ചേ രചേ ശരീര. ആദ്യം പ്രാരബ്ധം രചിച്ചിട്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയതെന്നാണ്. പിന്നിപ്പോ ഞാൻ എന്തിനാ വിഷമിക്കണം? ഞാൻ സുഖമായിട്ട് രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കാം, ശരീരം പ്രാരബ്ധം ശരീരത്തിനെ നോക്കിക്കോട്ടെ. പ്രാരബ്ധം പുഷ്യതി വപുരിതി നിശ്ചിത്യ നിശ്ചല ധൈര്യമാലംബ്യ യത്നേന സ്വാധ്യാസ അപനയം കുരു. വിവേക ചൂടാമണിയില് ശങ്കരാചാര്യർ പറഞ്ഞു, ധൈര്യമായിട്ട് നാളേക്ക് എന്താവും, നമ്മളെ ആര് നോക്കും, ഇങ്ങനെയൊന്നും വിഷമിക്കാതെ ഏകാന്തമായിട്ട് ഇരുന്ന് സാധിക്കുമെങ്കിൽ അത്ര ധീരത ഉണ്ടെങ്കിൽ ആത്മവിചാരം ചെയ്തുകൊള്ളാന്ന്. ആര് നോക്കും? പ്രാരബ്ധം പുഷ്യതി വപുഹു. അതൊരു ഫിനോമിനനാണ്. ചിലരൊക്കെ ജീവിതം മുഴുവൻ മെനക്കെടേണ്ട കാര്യവും നടക്കില്ല. പ്രാരബ്ധത്തിനെ നോക്കിക്കൊള്ളുമെന്ന് തീരുമാനിച്ചിട്ട് സാധിക്കുമെങ്കിൽ അധ്യാസ അപനയം കുരു എന്ന് സന്യാസധർമ്മം പറഞ്ഞു. ഇതിപ്പോ ഗൃഹസ്ഥധർമ്മമല്ല, ഇത് പ്രവൃത്തിധർമ്മത്തിലുള്ള ആളുടെ ധർമ്മം അല്ല പറഞ്ഞു. യതിക്ക് പറഞ്ഞു, നീ മേലാൽ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു. ഈ ശരീരത്തിനെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിട്ട് ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രദഹത. ഈ ഭൂതം ഭാവിയൊക്കെ മനസ്സിലറിയും വാസനാരൂപമായിട്ട്. ചിലതൊക്കെ ഫ്രൂവിഷനായില്ല. ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ കാണാൻ നല്ലവരാ അല്ലേ? പക്ഷെ ഒരു 5 വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങോട്ട് പോരും. ഉള്ളിന്ന് ഓരോ സ്വഭാവമായിട്ട് പുറത്തു വരും. ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? അകത്ത് ഗൂഢമായിട്ട് കിടന്നു അല്ലേ? അതൊക്കെ വാസനാരൂപത്തിൽ വരും, പിന്നെ തോന്നിയ വാസമായിട്ട് പുറത്തു വരും അല്ലേ? ആ പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ളിൽ വാസനയായിട്ട് അറിയും. ഇതൊക്കെ എവിടെ കിടന്നു? അറിഞ്ഞില്ല. സഞ്ചിയിൽ കിടക്കണ പോലെ കിടന്നു അല്ലേ? നമ്മളെന്താ പറയാ? ഇപ്പൊ ആ വാക്കൊന്നും പ്രയോഗിക്കാറില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇംഗ്ലീഷുകാരായിട്ട് മാറി. അപ്പൊ മുമ്പൊക്കെ പറയണത് സഞ്ചി എടുത്തുകൊണ്ട് അങ്ങാടിക്ക് പോകും അല്ലേ? സഞ്ചിതം.
എല്ലാവർക്കും ഓരോ സഞ്ചിയുണ്ടേ ഉള്ളിൽ. ആ വാക്ക് അവിടുന്ന് വന്നതാ. അതങ്ങനെ സഞ്ചയിച്ച് സഞ്ചയിച്ച് ഉള്ളിൽ വെക്കുകയാണ്. ചിലത് ഫ്യൂച്ചറിലേ അറിയുള്ളൂ, ഇപ്പൊ അറിയില്ല. ഈ രണ്ട് കാര്യവും ജ്ഞാനം കൊണ്ട് ബാധിക്കപ്പെട്ടു പോയി. ഇനി മേലാൽ ജ്ഞാനിയുടെ ഉള്ളിൽ ഇത് രണ്ടും പ്രവർത്തിക്കാൻ ഒക്കില്ല. എന്താന്ന് വെച്ചാൽ, അതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, പഴയ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, ക്യാമറ, അതിന്റെ ഫിലിം വെളിച്ചത്തിൽ കാണിച്ചാൽ പിന്നെ ഡെവലപ്പ് ആവില്ല അല്ലേ? അതേപോലെ ഉള്ളിലുള്ള ഈ വാസനകൾ മുഴുവൻ സൂര്യപ്രകാശത്തില് എക്സ്പോസ് ആയ ഫിലിം പോലെ ഇനി ഡെവലപ്പ് ആവാൻ വയ്യാതെ അങ്ങോട്ട് പോയിക്കളയും. പക്ഷെ ശരീരരൂപത്തിലൊന്ന് ആവിർഭവിച്ചിരിക്കണം. പ്രാരബ്ധം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രാരബ്ധം എന്താ? ഈ ശരീരം. ഇതിപ്പോ മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ അതിനെ മാറ്റാനൊക്കെ നോക്കണ്ട്. ആരെയോ ഒരാളെ വെച്ച് കണ്ണാടിയിലൊക്കെ പോയി ചിത്രം വരച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്ത് മാറ്റിയാലും അത് തന്നെ അല്ലേ? വയസ്സായി കഴിയുമ്പോൾ ചെറുപ്പമാവണമെന്ന് വിചാരിക്കുക, അതൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അത് വയസ്സാവും, മരിച്ചു പോവും. ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യത്തെ. ദേഹത്തിന്റെ പരിണാമങ്ങളാണ്, പ്രാരബ്ധാണ്, ഒന്നും ചെയ്യാനൊക്കില്ല. അതിന് സമർപ്പിതം വപുഹു, പ്രാരബ്ധത്തിനടുത്ത് കൊടുത്തു എന്നാണ് ശരീരത്തെ. നോക്കൂ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ആവട്ടെ എന്നാണ്. അത് ജ്ഞാനിയെ ബാധിക്കില്ലേ? ഒരു ദൃഷ്ടാന്തം പറയണം. നിഴല്, നമ്മളുടെ നിഴല് പുറകെ ഇങ്ങനെ വരണ്ടു. ആ നിഴലിന്റെ മേലെ കൂടെ കാർ ഓടിയാ നമുക്ക് വേദനിക്കുമെന്നാണ്. ജ്ഞാനിക്ക് അത്രയേ ഉള്ളൂ എന്നാണ്. ആ ശരീരത്തിനോടുള്ള മമത അത്രയേ ഉള്ളൂ. പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു ഇതി ഏഷാ മനീഷാ മമ. ശരീരവും ജ്ഞാനിയെ സംബന്ധിച്ച് സ്വരൂപത്തിലില്ല. വളരെ ആശ്ചര്യമായൊരു കാര്യം. ശരീരം എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് തോന്നണതാണ്, എന്നിലുണ്ട് എന്ന്. പ്രകൃതിയിൽ എന്തൊക്കെയോ മരമൊക്കെ ഉള്ള പോലെ ശരീരവും നമ്മളിൽ അജ്ഞാനം കൊണ്ട് ആരോപിക്കപ്പെട്ടിരിക്കാൻ നമ്മൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അതിന്. പക്ഷെ ഇന്ന് നോക്കുമ്പോ, അന്നൊരു ദൃഷ്ടാന്തം പറഞ്ഞു, ശരീരത്തിൽ പല പാർട്ടും മാറ്റിവെക്കുന്നു. പേസ് മേക്കർ വെക്കുന്നു, ഇനിയിപ്പോ എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വെക്കും. ഒന്നും പറയാൻ വയ്യ. ഒന്നും നമ്മൾക്ക് അറിയണില്ല, യാതൊന്നും. എന്തൊക്കെയോ സ്റ്റെം ഉള്ളില്, ഓപ്പൺ ഹാർട്ട് സർജറി, അല്ലെങ്കിൽ കീ ഹോൾ സർജറി, പല സാധനങ്ങളും വെക്കുന്നുണ്ട്. അവർ വെച്ചവരോട് ചോദിച്ചാൽ അവർ പറയണത് ഒന്നും അറിയണില്ല എന്നാണ്. പ്ലംബിംഗ് വർക്ക് ഇതൊക്കെയാണ് ചെയ്യണത്, പ്ലംബർ വർക്കൊക്കെയാണ് ചെയ്യണത്. ഇപ്പൊ മെഡിക്കൽ സയൻസ് ഒക്കെ തന്നെ കൂടുതലും എഞ്ചിനീയറിംഗ് വർക്കാണ്. ഒരു പ്ലംബറുടെ ജോലി, ഒരു ട്യൂബ് ഇട്ട് ഉള്ളിൽ തിരുക, അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുക, നമുക്ക്. പക്ഷെ ഇതൊന്നും ഇവരോട് ചോദിച്ചാൽ, വാസ്തവത്തിൽ ശരീരം നമ്മളുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടെങ്കിൽ ഓരോന്നും അറിയേണ്ടതാണ്. ശരിക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ അറിയണം, ഹാർട്ട് മെഡിക്കൽ ഒന്നും അറിയണില്ലല്ലോ. അതേപോലെ അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തി വെച്ചാലും നമ്മളൊന്നും കോൺഷ്യസ് ആവണില്ല. അതുപോട്ടെ, വേറൊരു ആശ്ചര്യമായൊരു സൂക്കേടുണ്ട്. കാല് ആംബ്യൂട്ടേറ്റ് ചെയ്തെടുത്താൽ പലർക്കും ഉണ്ടാവുന്ന ഒരു കുഴപ്പ, ഫാൻറ്റം ലിംബ് എന്ന് പറയും. കാല് മുറിച്ചു കഴിഞ്ഞിട്ട് ഇല്ലാത്ത കാല് ചൊറിയും. ചൊറിയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ചൊറിയാനുള്ള സാധനമില്ല. പക്ഷെ ഇയാളുടെ ഉള്ളിൽ കാലുണ്ട്. നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ അതുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ശരീരം കൊണ്ടുപോയി ദഹിപ്പിക്കണം എന്ന് പറയും. അധികം വെച്ചോണ്ടിരിക്കരുതെന്ന് പറയും. എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അഭിമാനിച്ചുകൊണ്ടേ ഇരിക്കും അത്രേ, അതിനകത്ത് അഭിമാനിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇതൊക്കെ പറയണ്ട നമ്മളുടെ പൂർവികര്. ഈ ശരീരസമ്പർക്കമുള്ള ഒരു ജീവ അഭിമാനി ഉണ്ട് അതിനകത്ത്, ആ പാപപുരുഷൻ. പോട്ടെ. അപ്പോ ഈ ശരീരം ഇല്ലാത്തത് ചൊറിയും, ഒന്നും ചെയ്യാൻ പറ്റില്ല. മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. മരുന്ന് കൊടുത്തിട്ട് ആ ചൊറിച്ചൽ മാറിയെന്ന് ഇയാൾ അങ്ങോട്ട് തീരുമാനിക്കും. അപ്പോ ഈ ശരീരം ഒരു സങ്കല്പത്തിൽ തീരുമാന രൂപത്തിൽ നിൽക്കുകയാണ്, ഉള്ളിലെ അവയർനെസ്സിൽ നിൽക്കുകയാണ്. അവയർനെസ് നിന്ന് ജീവൻ മുക്ത പുരുഷൻ അതങ്ങോട്ട് നീക്കി ശുദ്ധചേതനയാണ് ഞാനെന്ന് നിശ്ചയിച്ച സന്തോഷം. ഒരുപാട് ഞാൻ ഈ സയൻസ് ദൃഷ്ടാന്തം പറയില്ല, കാരണം ഇത് ചേരില്ല. ഒരു വിപരീതമായ എക്സാമ്പിൾ ഞാൻ പറയണു, അത്രയേ ഉള്ളൂ. അങ്ങോട്ട് വ്യതിരേകമായ ദൃഷ്ടാന്തങ്ങൾ, അല്ലാതെ ഇതിന് അനുകൂല ദൃഷ്ടാന്തം പറയില്ല. ഇതിന് അനുകൂല ദൃഷ്ടാന്തം ഇല്ല. ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട എന്നാണ്. ത്രിഭുവന ജഠരെ, 3 ലോകത്തിൽ ഇതിന് തുല്യമായിട്ട് ദൃഷ്ടാന്തമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ദൃഷ്ടാന്തം ഇല്ല, അനുപമമാണത്.
കിമപി സതതബോധം കേവല ആനന്ദരൂപം നിരുപമം. ഇതിന് ഉപമയില്ല എന്നാണ്. അതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ. ആ തത്വജ്ഞാനം വരുമ്പോ വിദ്വാൻ ഹൃദി കലയതി, ഹൃദയത്തില് സാക്ഷാത്കരിക്കണം. എന്താ? ബ്രഹ്മപൂർണം സമാധൗ. ആ പൂർണമായ വസ്തുവിനെ സമാഹിത ചിത്തം കൊണ്ട് തത്വനിശ്ചയം കൊണ്ട് ഹൃദയത്തില് സാക്ഷാത്കരിക്കുന്നു വിദ്വാൻ. അതിനെ ഇന്നതുപോലെ എന്ന് ഉപമിക്കാനൊന്നുമില്ല, അനന്വയമാണത്. ഇതുപോലെ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ആ സദ്വസ്തു അറിഞ്ഞു കഴിയുമ്പോ നിർവ്യാജമായ ശാന്തി ജ്ഞാനിക്കുണ്ടായി. നിർവ്യാജ ശാന്തി എന്ന് പറഞ്ഞാ മനസ്സ് ഉപയോഗിച്ചാലും ശാന്തിക്ക് ഭഞ്ജനമില്ല. ജ്ഞാനി മറ്റുള്ളവരുടെ ദൃഷ്ടിയില് വ്യവഹരിച്ചാലും അയാളുടെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോഴും ആത്മാവിന്റെ സ്വരൂപമായ ശാന്തിക്ക് ഭംഗമൊന്നുമില്ല. തലയിൽ കുംഭം വെച്ച് കളിക്കുന്ന സ്ത്രീയെ പോലെ വ്യവഹാരധർമ്മമൊക്കെ ചെയ്യും. പുങ്കാനുപുങ്ക വിഷയേക്ഷണ തത്പരോപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീത താളലയ നൃത്യ വശംഗതാപി മൗലിസ്ഥകുംഭ പരിരക്ഷണധീഹി നടീവ്. തലയിൽ കുംഭം വെച്ച് കളിച്ച് പാട്ടിനും താളത്തിനൊക്കെ അനുസരിച്ച് മുദ്ര കാണിച്ച് കളിച്ചാലും കുംഭം വീഴില്ല. അതുപോലെ വ്യവഹാരത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴും സ്വരൂപ വിസ്മൃതിയില്ലാത്ത കാര്യനർത്ഥം. അങ്ങനെയുള്ള ആളാണ് ഈ മുക്തപുരുഷൻ. അയാളുടെ ശരീരം കുറച്ചു കാലം ഇങ്ങടെ അപ്പൂപ്പന്താടി പോലെ ഇരുന്നിട്ട് വീണുപോകും. അത് കുറച്ചു കാലം ഇങ്ങനെ പാറി നടന്ന് അതിന്റെ പ്രാരബ്ധമൊക്കെ കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ ഒരു ദിവസം അങ്ങട് അതിന്റെ ദേഹം വീണുപോകും. അതാണ് പ്രാരബ്ധായ സമർപ്പിതം. ബാക്കിയൊക്കെ സംവിന്മയമായ അഗ്നിയില്, ജ്ഞാനമായ അഗ്നിയില് ദഹിച്ചു. 2 കർമ്മം മാത്രമല്ല, 3 കർമ്മവും ദഹിച്ചു. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. കർമാണി എന്നാണ് പറയുന്നത്. കർമ്മ കർമ്മണീ കർമാണി. 2 കർമ്മമാണ് ദഹിക്കണതെങ്കിൽ കർമ്മണി എന്ന് പറയണം. ഭഗവാൻ അങ്ങനെയല്ല പറഞ്ഞ ഗീതയിൽ. സർവകർമാണി, ഒരു കർമ്മം മാത്രമാണ് കർമ്മ എന്ന് പറയണം. അങ്ങനെയല്ല പറഞ്ഞ. കർമാണി ഭസ്മസാത് കുരുത്തെ. 3 കർമ്മങ്ങളും ഭസ്മമായിട്ട് തീരും, എന്നുവെച്ചാൽ ഇല്ലാതായിട്ട് തീരും. ബാക്കി പ്രാരബ്ധം പരേച്ഛാപ്രാരബ്ധം എന്നാണ് പറയാ. ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാരുടെ ഭാഗ്യം. എത്ര കണ്ട് പ്രാരബ്ധമുണ്ടോ അത്ര കണ്ട് ശിഷ്യന് ഭാഗ്യം എന്നാണ് പറയാ. ഈ ഗുരുവിന്റെ പ്രാരബ്ധത്തിന്റെ ഊക്കിനനുസരിച്ച് ശിഷ്യന് ബെനിഫിറ്റാണത്രേ. നിർവിശേഷ പ്രാരബ്ധമായിട്ടുള്ള ആളുകളാണെങ്കിൽ ശിഷ്യന്മാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അത്ര ഉണ്ടാവില്ല. ഗുരുവിന് ഒരുപാട് പ്രാരബ്ധം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, നമ്മളെ പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ, പല കാര്യങ്ങളുണ്ടല്ലോ ഒക്കെ തോന്നും. അപ്പൊ അത്രയും കണ്ട് ഐഡന്റിഫൈ ചെയ്ത് കൂടെ കൂടും. പ്രാരബ്ധമാണ് അനുഗ്രഹിക്കുന്നത്. ഈ ജ്ഞാനിയുടെ പ്രാരബ്ധം ശിഷ്യാനുഗ്രഹത്തിനാണെന്നാണ്. ശിഷ്യന് ഏതൊക്കെ രീതിയിലുള്ള ഈ ശിഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് പ്രാരബ്ധത്തിനെയാണ് അവർ ആദ്യം ഗുരുവായിട്ട് കാണുക. ഗുരുവിനെ വേണ്ട വിധത്തിൽ അവർ ഗ്രഹിക്കില്ല, പ്രാരബ്ധത്തിനെയാണ് ഗുരുവായിട്ട് കാണുക. പല മഹാത്മാക്കളും പോലും അവർക്ക് ഉള്ളിൽ അറിയാതൊരു സങ്കല്പം വെച്ചിട്ടിരുന്നു പൂർവ്വം, എന്റെ ഗുരു ഇങ്ങനെ വേണം, ഇന്ന രീതിയിൽ വേണമെന്ന്. അപ്പൊ ആ പ്രാരബ്ധത്തിനനുസരിച്ച് വന്നാലേ ഇവർക്ക് പറ്റുള്ളൂ. പിന്നെ കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഈ പ്രാരബ്ധമൊന്നുമല്ല ആള്, ഈ ശരീരമൊന്നുമല്ല ആള്, അത് ശുദ്ധ ചൈതന്യ വസ്തുവാണ് എന്ന് കൂടെ കൂടി കൂടി കുറെ കഴിയുമ്പോ ശരീരമല്ല, നമ്മൾ ആരെടുത്തും അല്ല, റിലേറ്റഡ് ആവുമ്പോ കുറെ കഴിയുമ്പോ അവരൊന്നും കാണില്ല നമ്മള്. പിന്നെ എന്തോ ഇപ്പൊ ഭാര്യാഭർത്താക്കന്മാര് കല്യാണം കഴിഞ്ഞത് മുതൽ ഇത്രയും ദിവസം ഒരേ ആളോടാണ് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഫോട്ടോ എടുത്ത് കല്യാണ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇപ്പോ വായില് പല്ലില്ല, തലയൊക്കെ നരച്ചുപോയി, ആളെ മാറിപ്പോയിരിക്കണു. പിന്നെ ഈ കണക്ഷൻ ആരോടാ? ഏതോ ഒരു ഉള്ളിലുള്ള വസ്തുവിനോട് അല്ലേ? അപ്പൊ റിലേറ്റഡ് ആവുമ്പോ നമ്മൾ അറിയാതെ ആത്മബന്ധം ഉണ്ടാവും. അങ്ങനെ സദ്ഗുരുവിന്റെ അടുത്തും കുറെ കഴിയുമ്പോ ആ അജ്ഞാനം അങ്ങോട്ട് പോയിക്കോളും. ആ പ്രാരബ്ധമല്ല, ആ ശരീരമല്ല, ഈ ദേഹമല്ല ആള്,
ദേഹീവ ദൃശ്യത്തെ അസൗ പരന്ത്വസൗ കേവലോ ഹി ആത്മാ. ദേഹവാനെ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഈ ദേഹമൊന്നും അവനല്ല, അവൻ ശുദ്ധ ആകാശവൻ നിർമ്മല നിർവികൽപ്പം. ആകാശം പോലെ നിർവികൽപ്പമായ വസ്തുവാണ്, പരമേശ്വര സ്വരൂപമാണ് എന്നുള്ള ഭാവം ഉള്ളിലുണ്ടാവുമ്പോ ഏത് ക്ഷണത്തില് ഗുരുവില് ആകാശകൽപ്പമായ സ്ഥിതിയെ ശിഷ്യൻ കാണുന്നു, ആ ക്ഷണത്തില് ശിഷ്യന്റെ അറിവ് വരമ്പ് ലംഘിക്കും, അതിര് ലംഘിക്കും. ശിഷ്യന്റെ അനുഭവത്തിലും പരിമിതികൾ പോയി പോകും. എവിടെങ്കിലും അടുത്ത് വന്നാൽ മതി. ഇതാണ് ഉപാസനയുടെ രഹസ്യം. അതാണ് ഉപാസനാമൂർത്തിയിൽ എപ്പോ ബ്രഹ്മദർശനം ഉണ്ടാവുന്നു അപ്പൊ ദ്രഷ്ടാവ് സ്വരൂപത്തിൽ ഇരുന്നു പോകും. ഉപാസനാമൂർത്തിയെ അന്യോസോ അന്യോഹം എന്ന് കാണുമ്പോൾ നസവേദ എന്ന് പറഞ്ഞ ശ്രുതി. അവിടെ ഭഗവാൻ ഇരിക്കണം, ഇവിടെ ഞാനിരിക്കണം, ഞാൻ പൂജിക്കണം, ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഉപാസന. കുറെ കഴിയുമ്പോ എന്തായി? ഉപാസകനും ഉപാസനയും ഒക്കെ അതിര് കടന്നുപോയി. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഃ സഹസാ യഥാർത്ഥി ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകം അന്വീക്ഷത്തെ പ്രതിനിവൃത്ത ഗുണപ്രവാഹ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞു. ആ രൂപമൊക്കെ മറന്നുപോയി, ആശ്രയമായിട്ടുണ്ടായിരുന്ന രൂപം മറന്നുപോയി. അപ്പൊ എന്താ? നിർവിഷയം, വിഷയമൊന്നും ഇല്ലാതായി. പിടിക്കാൻ ആലംബല്ലേ ചിത്തത്തിന്. നിർവിഷയം വിരക്തം നിർവാണമൃച്ഛതി മനഃാണ്. എണ്ണ പറ്റിപ്പോയ വിളക്ക് പോലെ മനസ്സങ്ങട് ബ്ലോൺ ഔട്ടായിരുന്നാണ്. നിർവാണമൃച്ഛതി മനഃ സഹസാ യഥാർത്ഥി ആത്മാനമത്ര പുരുഷോ അവ്യവധാനം. ഒരു പ്രതിബന്ധമില്ലാതെ, ഒരു തിരയില്ലാതെ, ഒരു തിരശ്ശീലയില്ലാതെ ആത്മാവിനെ സാക്ഷാത്തായിട്ട് കണ്ടു. അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ. ഗുണപ്രവാഹമൊക്കെ അസ്തമിച്ചു. അപ്പോ ശുദ്ധ ചൈതന്യമാത്രമായ സ്വരൂപ സാക്ഷാത്കാരം ഉണ്ടായി. അപ്പൊ ഇതൊക്കെ എന്താ? ആ രൂപസത്തിയിലും പ്രാരബ്ധത്തിന്റെ അടുത്ത് പോയി ബന്ധപ്പെട്ടു. കുറച്ചു കഴിയുമ്പോ ആ പ്രാരബ്ധം പോകുന്നതോടുകൂടി നമ്മുടെ പ്രാരബ്ധവും പൊക്കിക്കൊണ്ടുപോയി. ചിലപ്പോ ഇങ്ങനെയാണ്, ഗ്യാസ് ഇത്തിരി കൂട്ടിയിട്ട് സോഡ വാങ്ങി കുടിച്ചാ ആ സോഡാ ഗ്യാസാണ്, അത് ഉള്ളിൽ പോകും. അതിന്റെ ഗ്യാസ് പുറത്തു വരുമ്പോ ചിലപ്പോൾ നമ്മുടെ ഗ്യാസും കൂടെ പുറത്തേക്ക് പോകും. രണ്ടും കൂടെ ഇങ്ങോട്ട് പുറത്തു പോകും. അപ്പോ ഈ പ്രാരബ്ധത്തിനോടൊപ്പം ഇയാൾ ബന്ധപ്പെട്ടു. കുറെ കഴിയുമ്പോൾ ഇയാളുടെ പ്രാരബ്ധം ആ പ്രാരബ്ധം ഒക്കെ കൂടെ അങ്ങോട്ട് അടിച്ചും കൊണ്ടുപോയി കേവല ചിത്വദർശനം തത്വദർശനം. അവിടെ ചിന്മാത്ര ദർശനം ഉണ്ടായി, അതിനെ തത്വദർശനം. അങ്ങനെ ഏഷാ മനീഷാ മമ. അങ്ങനെ ഈ ശ്ലോകത്തിലെ ഇതെന്റെ നിശ്ചയ അഭിപ്രായമാണ്. വൈരാഗ്യം ഉണ്ടാവണം, സദ്ഗുരൂപസക്തി ഉണ്ടാവണം, ജ്ഞാനവിചാരം ഉണ്ടാവണം. ആ ജ്ഞാനവിചാരത്തിന്റെ പരിഭാഗദശയില് തത്വനിശ്ചയത്തോടുകൂടെ ശരീരത്തിനെ പ്രാരബ്ധത്തിന് സമർപ്പിച്ചു കഴിയുമ്പോ ഇയാളുടെ ജീവിതം പൂർണ്ണമായി. ഇങ്ങനെ മൂന്നാമത്തെ ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നാളെ ഒരു ദിവസം കൊണ്ട് ബാക്കി 2 ശ്ലോകങ്ങൾ നമ്മൾ കാണാം. യാതിര്യം നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഃ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസീഹി പീതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുഃ ഇത്യേഷാ മനീഷാ മമ. ഇത് വളരെ പ്രധാനമായ ശ്ലോകം. യത് സൗഖ്യാംബുധി ലേശലേശതയിമേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിന്നിത്യസുഖാംബുധൗ ഗളിതധീഹി ബ്രഹ്മൈവ ന ബ്രഹ്മവിത് യഃ കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. നാളെ കാണാം. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.